إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജിദ്ദയിലെ മറ്റ് ഒരു രണ്ടാമത്തെ സമയം കൂടി നിങ്ങളുമായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഈ ഒരു ഒത്തുകൂടലിന് അതിനുവേണ്ടി ശ്രമം നടത്തിയ നിങ്ങൾ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഇബാദത്തിൻ്റെ ആസ്വാദനം, ലദ്ദത്തുൽ ഇബാദ എന്ന് പറയുന്ന ആ വിഷയത്തിനെ കുറിച്ച് ഒരല്പം കാര്യങ്ങൾ പരസ്പരം നമ്മൾ പറയുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടി തന്നെയാണ്. ആ ഇബാദത്ത് അവനെ മാത്രം ആവുകയും വേണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെ, ജിന്ന് വർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്നുള്ള, നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, ലക്ഷ്യം എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഈ ആയത്തിൽ കൂടെ, സൂറത്തുൽ ദാരിയാത്തിലുള്ള ഈ ആയത്തിൽ കൂടെ അവനത് വെട്ടി തുറന്ന് പറഞ്ഞ് നമ്മളെ അറിയിച്ചതാണ്. ഇബാദത്ത് എന്ന് പറയുന്ന ഈ മഹത്തായ ആ ഉത്തരവാദിത്വം, ബാധ്യത അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് എന്തെന്നില്ലാത്തൊരു ആസ്വാദനമുണ്ട്, എന്തെന്നില്ലാത്തൊരു സംതൃപ്തി അത് നിർവഹിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും, ഒരു മനസ്സമാധാനം ലഭിക്കും. അതിൻ്റെ പേരിൽ ഈ ലോക പരലോകത്തുള്ള വിജയത്തിന് ആ വ്യക്തി അവൻ ഉടമയാകും, അർഹനാകും. അതിന് എന്തെന്നില്ലാത്ത ഒരു മാധുര്യമുണ്ട്. ഖുർആനിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് അറിയിച്ചു തന്നതാണ്. ധാരാളം ആയത്തുകൾ അതിലേക്ക് സൂചന നൽകുന്നതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമയുടെ ഹദീസിൽ കൂടെ നമുക്കത് അറിയാൻ കഴിയുന്നതാണ്. പ്രവാചകൻ അത് നമ്മൾ അറിയിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും കൃത്യമായി, വളരെ വ്യക്തമായി നല്ല നിലക്ക് ഈ ഇബാദത്ത് നിർവഹിച്ചപ്പോൾ അവർക്ക് ആ ഇബാദത്ത് അതിൻ്റെ കൃത്യമായ നിലക്ക് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഭൗതികമായ മറ്റു ഒന്നും തന്നെ തടസ്സമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ആസ്വാദനത്തോടുകൂടെ, ആവേശത്തോടുകൂടെ അവരത് നിർവഹിക്കുന്നവരുമായിരുന്നു. ധാരാളം ചരിത്ര സത്യങ്ങൾ പ്രവാചകൻ്റെത്, അവിടുത്തെ അനുചരന്മാരത്, താബിഈങ്ങളത്, അഇമ്മത്തുകളത്, ഈ ഇബാദത്തിൻ്റെ ഓരോ ഐറ്റങ്ങളിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകിയ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ത്യജിക്കാനും ഒഴിവാക്കാനും മാറ്റിവെക്കാനും അവർ തയ്യാറായിരുന്നു. അതിൽ അവർക്ക് എന്തെന്നില്ലാത്ത ആസ്വാദനം, ലദ്ദത്ത് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ വിശ്വസിക്കാനും അതിലുള്ള അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താനും തയ്യാറാകുന്ന ആളുകൾ സുജൂദും റുക്കൂഉം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിച്ച് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു, തതജാഫ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ. അവർ കടന്നുറങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ മിനുമിനുത്ത മെത്തകളിൽ നിന്ന്, അവരുടെ കൂടെയുള്ള ഇണകളുടെ അടുത്ത് നിന്ന്, ശീതീകരിച്ച റൂമുകളിൽ നിന്ന്, ആസ്വാദനത്തോടുകൂടെ, ആവേശത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ ഭദ്രമായ വീടുകളിൽ നിന്ന് മുഴുവനും അവർ എണീറ്റ് പോയി. തതജാഫ ജുനൂബുഹും, അവരുടെ ശരീരഭാഗങ്ങൾ അത് അകന്നു പോകും, അവരുടെ മെത്തകളിൽ നിന്ന് എണീറ്റ് പോകും. അനിൽ മലാജിഇ, കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്. ഷെയ്ഖ് അബ്ദുൽ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ ഭാഗത്ത്, ആയത്തിന്റെ ആ ഭാഗം വിശദീകരിച്ചത്, ഐ തർതഫിഉ ജുനൂബുഹും, അവരുടെ ശരീരഭാഗങ്ങൾ മെത്തകളിൽ നിന്ന് ഉയർന്നു പോകും.
വതൻസഇജു അൻ മലാജിഇഹാ അല്ലദീദതി, വളരെ ആസ്വാദനമുള്ള, വളരെ രസകരമായ, സമാധാനപൂർണമായ ആ പറയുന്ന ഇടകളിൽ നിന്ന്, ആ കിടക്കുന്ന സ്ഥലങ്ങളിൽ അത് എണീറ്റ് ഉയർന്നു പോയിട്ട് ഇലാ മാ ഹുവ അലദ്ദു ഇൻദഹും മിൻഹു വഅഹബ്ബു ഇലൈഹിം വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, അവർക്ക് അവരുടെ ശരീരങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുള്ള കിടപ്പറകളാണ്, മിനുമിനുത്ത മെത്തകളാണ്, അവരുടെ കൂടെയുള്ള ഇണകളാണ്, അവരുടെ ശരീരത്തിനുള്ള സമാധാനമാണ്, ഉറക്കാണ്, അതിലേറെ സുഖകരമായ, അതിലേറെ ആനന്ദകരമായ ഇബാദത്തിലേക്ക് അവർ എണീറ്റ് പോകും. സുബ്ഹാനല്ലാഹ്. എന്താണ് ആയത്തിന്റെ പ്രയോഗം? അള്ളാഹു പറയുന്നു ഇലാ മാ ഹുവ അലദ്ദു ഇൻദഹും മിൻഹു, അവർ ഏതൊരവസ്ഥയിലാണോ അതിലേറെ സുഖകരമായി. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉറങ്ങുമ്പോൾ രാത്രിയുടെ ഏകദേശം ആ അവസാന സമയത്തുള്ള ഉറക്ക്, ഫജറിന്റെ മുമ്പുള്ള ആ സമയം, ശീതീകരിച്ച റൂമുകൾ, സ്നേഹനിധിയായ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ഇണകൾ, മിനുമിനുത്ത മെത്തകൾ, അടച്ചുറപ്പുള്ള വീടുകൾ, ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ ആ ഉറക്കൊക്കെ മാറ്റിവെച്ച് ഭൗതികമായ നിയമത്തുകൾ ഒഴിവാക്കിയിട്ട് എണീറ്റ് പോകണമെങ്കിൽ അവന്റെ മനസ്സിൽ അവന്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്ത്, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം, അലദ്ദു മിൻഹൂന, ഭൗതികമായ ഇതിലാറെ മുഴുവനും അവന് ആസ്വാദകരമാണ് എന്ന് അബ്ദുറഹ്മാൻ നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. വഅഹബ്ബു ഇലൈഹിം, അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. വഹുവ സ്വലാത്തു ഫിൽ ലൈൽ, എങ്ങോട്ടാണ് അവർ എണീറ്റ് പോകുന്നത്? അംഗശുദ്ധി വരുത്തിക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടിയാണ്. ആ പറയുന്ന ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, അതാണ് അവർക്ക് ഏറ്റവും ആനന്ദകരമായത്. വമുനാജാത്തുല്ലാഹി തആല, അള്ളാഹുവിനോടുള്ള അഭിമുഖമായ സംഭാഷണത്തിലുള്ള ഒരു അവസരം, അതിലേറെ അവർക്ക് ആനന്ദകരമായ, ആസ്വാദകരമായ മറ്റൊന്നില്ല തന്നെ ആ സമയത്ത്. എന്നിട്ട് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പേടിയുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്നുള്ള ഭയമുണ്ട്. മറ്റൊരു ഭാഗത്തിൽ കൂടെ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലും ഈ അവസരം അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുത്തതിലും അള്ളാഹു അവരുടെ താഅത്തുകൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഖൗഫൻ വതമഅൻ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അള്ളാഹു നൽകിയത് എന്തൊക്കെയുണ്ടോ ആ പറയുന്നതും ഇതുപോലെയാണ്. സമ്പത്തിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരാണ്? തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, സമ്പത്തിനോട് ആളുകൾക്ക് എന്തെന്നില്ലാത്തൊരാർത്തി മനുഷ്യ പ്രകൃതിയിലുള്ളതാണ്. ഏതൊരാളാണെങ്കിലും, ഈമാനുള്ളവനും കുഫറുള്ളവനാണെങ്കിലും, താഅത്തുള്ളവനാണെങ്കിലും, മാസിയത്തുള്ളവനാണെങ്കിലും, ചെറിയവർക്കും വലിയവർക്കും മുഴുവനും ഏറ്റവും ആനന്ദകരം ഇഷ്ടപ്പെട്ട ഒരു സാധന സമ്പത്ത്. നമുക്കറിയാം, കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടത് കാശാണ്. ഭ്രാന്തന്മാർക്ക് ബുദ്ധിയില്ല എന്ന് നമ്മളെല്ലാവരും പറയും. അവരുടെ അടുത്ത് കൂടെ ഒരാൾ നടന്നു പോകുകയാണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കും സമ്പത്തിന് വേണ്ടി. ആ ബുദ്ധിയോ അത് എവിടുന്ന് വന്നതാ? പക്ഷെ ഈ പറയുന്ന സമ്പത്ത് ഈ ആളുകൾ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് ഈ പറയുന്ന ഇൻഫാഖ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറയുന്നത് ആനന്ദകരമായ കാര്യമാണ്, ഏറ്റവും രസകരമായ സന്തോഷകരമായ കാര്യമാണ്. ഇൻഫാഖു ഫീ സബീലിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ഒരൊറ്റ ആയത്തിൽ കൂടെ തന്നെ ഇബാദത്ത്, ആരാധനകളിൽ ഉള്ള ആനന്ദം, സന്തോഷങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത് കേട്ടു, ദാഖ തഅമൽ ഈമാൻ, ഈമാനിന് മാധുര്യമുണ്ട്, അതിനൊരു മധുരമുണ്ട്, അതിനൊരു രുചിയുണ്ട്, അത് ഒരാൾ ആസ്വദിച്ചു. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിർ റസൂല, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, അള്ളാഹുവിനെ റബ്ബായിട്ട് ഒരാൾ തൃപ്തിപ്പെട്ടു, അള്ളാഹു എൻ്റെ നിയന്താവും എൻ്റെ ഉടമയും എൻ്റെ ഖാലിഖും അള്ളാഹുവാണ്, എനിക്കതിൽ തൃപ്തിയാണ്, എനിക്ക് അള്ളാഹു മതി, ഹസ്ബി അള്ളാഹു വനിഅമൽ വക്കീൽ, എൻ്റെ കാര്യങ്ങൾക്ക് അത് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും എനിക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നൽകി എന്നുണ്ടെങ്കിൽ അതെനിക്ക് ആവശ്യപ്പെട്ടത് നല്ലതായിട്ട് നൽകിയതാണ്. എനിക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു തടഞ്ഞു വെച്ചത് അത് എൻ്റെ ഖൈറും എൻ്റെ നന്മയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, എന്നെ ലോകത്തേക്ക് സൃഷ്ടിച്ച് എനിക്ക് വിഭവങ്ങൾ നൽകിയ, എനിക്ക് കാര്യങ്ങൾ തന്നതാണെങ്കിലും തരാത്തതാണെങ്കിലും അതിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളും ഹിക്മത്തും എൻ്റെ നന്മയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നൽകിയ അള്ളാഹുവിനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെടുകയാണ്. അതേപോലെ തന്നെ ഞാനൊരു മുസ്ലിമായി എന്നുള്ളതിൽ അഭിമാനിക്കുകയാണ്, അതിൽ സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാ, കുഫാറുകൾ ധാരാളമുണ്ട്, മുശ്രിക്കീങ്ങളുണ്ട്. അതേപോലെ തന്നെ ശരിയായ നിലയ്ക്ക് ഈ ഇസ്ലാമിന്റെ മൻഹജിൽ നിന്നിട്ട് അഹ്ലുസുന്നത്തിൽ ജമാഅത്തിന്റെ മൻഹജിൽ പുറത്തുപോയ ധാരാളം ആളുകളുണ്ട്. മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമാണ് എന്ന് പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്, നാമധാരികളുണ്ട്, കാപട്യമുള്ള ആളുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അൽഹംദുലില്ലാ യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിനെ തആത്ത് ചെയ്തുകൊണ്ട് പോകാനുള്ള അവസരം തൗഫീഖും ഈ പറയുന്ന മില്ലത്തിൽ, ഈ പറയുന്ന ശരീഅത്തിൽ, ഈ ദീനിന്റെ ഒരു വക്താവായി അള്ളാഹുവിനെ സൃഷ്ടിച്ചോ ബിൽ ഇസ്ലാമി ദീനിൽ തൃപ്തിപ്പെടുകയാണ്. അതേപോലെ വബി മുഹമ്മദിർ റസൂല സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, എൻ്റെ റസൂൽ, എൻ്റെ വഴികാട്ടി, എൻ്റെ മാതൃക,
എനിക്ക് പിന്തുടരാനുള്ളത്, എനിക്ക് കണ്ട് പഠിക്കാനുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് തൃപ്തിപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മാനസികമായ തൃപ്തി ഒരാളെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം, അതിന്റെ ആ ഒരു ആസ്വാദനം അത് ലഭിച്ച ആളാണ്. ഈ പറയുന്ന ദിക്ർ നമുക്കറിയാം, നമ്മുടെ സബാഹിൽ രാവിലെ സമയത്തുള്ള അദ്കാറുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നാണ് റളീതു ബില്ലാഹി റബ്ബൻ. അതേപോലെ തന്നെ ബാങ്കിന്റെ 2 ഷഹാദത്തേനു ശേഷം ഈ പറയുന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. വായ കൊണ്ടത് ഒരാൾ പറയുക, ആ പറയുന്നത് അവന്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരാൾ പറയുന്നു, ഈ പറയുന്ന കാര്യങ്ങളിൽ അവൻ സംതൃപ്തനാണ്. അള്ളാഹുവിനെ കുറിച്ചും അവരുടെ റസൂലിനെ കുറിച്ചും ദീൻ ഇസ്ലാമിനെ കുറിച്ചുള്ള മനം നിറഞ്ഞ ഒരു തൃപ്തിയോടെ സന്തോഷത്തോടെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഈമാനിന്റെ മധുരം അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഈമാന് മധുരമുണ്ട്, അതിന് ആസ്വാദനമുണ്ട്, ആനന്ദമുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല സലാസുൻ, 3 കാര്യങ്ങൾ മൻ കുന്ന ഫീഹി, ഒരു വ്യക്തിയിൽ ഈ പറയുന്ന 3 ആദർശങ്ങളുണ്ടെങ്കിൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവന് ലഭിച്ചു, അവന് അത് കിട്ടും എന്നുള്ളത്. ശേഷം പറയുന്ന 3 കാര്യങ്ങൾ അതൊരാൾക്കുണ്ടെങ്കിൽ അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹും അവന്റെ റസൂലുമായിരിക്കണം അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവനിലേക്ക് ഏറ്റവും പ്രിയമുള്ളത് അള്ളാഹും അവന്റെ റസൂലുമായിരിക്കും. അള്ളാഹും അവന്റെ റസൂലും അല്ലാത്ത മറ്റുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ, വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം ലഭിച്ച വ്യക്തിയാണ്. അതേപോലെ മറ്റു ഒരു വ്യക്തിനെ സ്നേഹിക്കുകയാണെങ്കിൽ, പ്രകൃതിപരമായിട്ട് മക്കൾക്ക് മാതാപിതാക്കളോടുണ്ടാകും, മാതാപിതാക്കൾക്ക് മക്കളോടുണ്ടാകും, ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടാകും. പക്ഷേ ഇതല്ലാത്ത ആദർശപരമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധം, ആ സ്നേഹബന്ധത്തിന് തടസ്സം മറ്റു ഒരു വ്യക്തികളും വസ്തുക്കളും ആവാത്ത നിലക്കുള്ള അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കും അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ അത് നടപ്പാക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തികളും വസ്തുക്കളും ഇവന് തടസ്സമല്ലാത്ത നിലക്കുള്ള സ്നേഹബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യഊദ ഫിന്നാർ. ഈ പറയുന്ന ഇസ്ലാമും ദീനും ആദർശം അത് ലഭിച്ചതിന്റെ ശേഷം ഇത് നഷ്ടപ്പെട്ടിട്ട് സത്യനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്ത, തീയിൽ കൊണ്ടുപോയിട്ട് കരിക്കുന്ന അതിനോട് എത്ര വെറുപ്പുണ്ടോ അതുപോലത്തെ ഒരു വെറുപ്പ്, ഈ ആദർശം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുതേ, ഈ ദീനിൽ നിന്ന് ഒരിക്കലും ഞാൻ വ്യതിചലിക്കരുതേ, ഈ പറയുന്ന നിഅമത്തും ഖൈറും എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ, കഴിയൊഴിഞ്ഞു പോകരുതേ എന്ന് പറയുന്ന ആ ഒരു പേടി, അതിലുള്ളൊരു വെറുപ്പ്, കുഫറിലേക്ക് പോകുന്ന കാര്യത്തിൽ, തീയിൽ കൊണ്ടുപോയിടുന്ന കാര്യത്തിൽ ഒരാൾക്ക് എത്രത്തോളം വെറുപ്പുണ്ട്, ആ പറയുന്ന വെറുപ്പ് അവന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളായ കുടുംബങ്ങളിൽ ജനിച്ച് പിറന്ന പല ആളുകളുടെയും കാര്യങ്ങൾ ദയനീയമാണ് സഹോദരങ്ങളെ. അവർക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ, അതിന്റെ സംസ്കാരങ്ങൾ, അതിന്റെ ഓരോരോ കാര്യങ്ങളും കൈയൊഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവന് ദീനിന്റെ കാര്യത്തിൽ ഇത്രത്തോളം ശുഷ്കാന്തിയും സൂക്ഷ്മതയും ശ്രദ്ധയും, ഈ കിട്ടിയ ഈ ദീന് എന്ന് പറയുന്ന ആദർശം എന്ന് പറയുന്ന ഈ നിയമത്ത് ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത് അല്ലാഹുവേ എന്ന് പറയുന്ന ഒരു തേട്ടവും ആ നിലക്കൊരാൾ ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറയുന്ന ദുആ പറയലുണ്ടായിരുന്നു. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളിൽ നിന്ന് ധാരാളം സമയത്ത് ഈ ദുആ കേൾക്കുന്നു നമ്മൾ, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മനുഷ്യ ഹൃദയം അല്ലാഹുവിന്റെ 2 വെള്ളുകളുടെ ഇടയിലാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മുടെ മനസ്സ് അത് വ്യതിചലിക്കുകയില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന ദീനിൽ നിന്ന് ഒരാൾ അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് പറയുന്ന ഒരു നിർഭയത്വം ഒരിക്കലും നമുക്കില്ല എന്നുള്ളതാണ് സത്യം. മുഅ്മിനീങ്ങളായ ആളുകളുടെ ദുആകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന വല്ലദീന യഖൂലൂന റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഴികേടിലാക്കരുത് അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഹിദായത്തും സന്മാർഗവും ഈ പറയുന്ന ദീനും അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതിന്റെ ശേഷം എന്നവർ നിരന്തരം ദുആ ചെയ്യുന്ന ആളുകളായിരിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ദുആ, യാ മുസർരിഫൽ ഖുലൂബി വൽ അബ്സാർ സർരിഫ് ഖുലൂബനാ ഇലാ തആഅതിക്, ഹൃദയങ്ങളെയും കാഴ്ചകളെയും ഒക്കെ മാറ്റിത്തിരിക്കുന്ന അല്ലാഹുവേ, നിന്റെ ദീനിലേക്ക് ഞങ്ങളുടെ ഇതിനൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെ, ഈ നിയമത്തുകളെ, ഈ അവയവങ്ങളെ, ഈ സംവിധാനങ്ങളെ നീ തിരിക്കണം എന്ന് പറഞ്ഞ ദുആകൾ. അപ്പോൾ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, തീയിൽ കൊണ്ടുപോയി ഇടുന്ന കാര്യം ഒരാൾക്ക് എത്രത്തോളം വെറുപ്പാണോ
അതുപോലെയായിരിക്കും അവൻ്റെ മാനസികമായ അവസ്ഥ. കുഫറിലേക്ക്, ദീനുൽ ഇസ്ലാമിനെ വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഒരാൾ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ, ഏത് ഇബാദത്തുകൾ നിർവഹിക്കുകയാണെങ്കിലും അതിൻ്റെതായ മാധുര്യങ്ങളുണ്ട്. ആയത്തുകളിന് തെളിവുകളുണ്ട്, ഹദീസുകൾ അതേപോലെ തന്നെ തെളിവുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ മാധുര്യം ദുന്യാവിലൊരു മനുഷ്യന് അനുഭവപ്പെടുന്നു, മുഅ്മിനായ ഒരു മനുഷ്യന് അതോടെ ആസ്വദിക്കുന്നു. ആ പറയുന്ന അവസ്ഥയിൽ അവൻ ഈ ഇബാദത്തുകളിൽ മുന്നേറുന്നു. അങ്ങനെ പിന്നീട് മരണത്തിന്റെ ശേഷമാണ് ഈ പറയുന്ന ആസ്വാദനം, ഈ പറയുന്ന ആനന്ദം അതവന് പൂർണ്ണമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ. പരലോകത്തിലുള്ള പ്രതിഫലങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഏറ്റവും ഉത്തമമായത് അതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ഈ പറയുന്ന ആനന്ദം, ഈ ആസ്വാദനം അള്ളാഹു പൂർണ്ണമായി അതിൻ്റെ പ്രതിഫലങ്ങൾ നൽകുന്ന സമയത്ത് അതവർക്ക് ലഭിക്കും. ആ പരലോകത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ, ഉത്തമമായ, മഹത്തായ ലദത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തിലേക്ക് നോക്കാനുള്ള തൗഫീഖ് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഈ പറയുന്ന ലദ്ദത്ത്, ആസ്വാദനം ചോദിക്കലുണ്ടായിരുന്നു. അസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, അള്ളാഹുവെ നിന്റെ ബഹുമാന ആദരണീയമായ വജ്ഹിലേക്കുള്ള ആ നോട്ടം, അതിൻ്റെ ഒരു ആനന്ദം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അവിടുത്തെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വശൗഖ ഇലാ ലിഖാഇക, നിന്നെ കണ്ടുമുട്ടാനുള്ള ആ ഒരു ആശ, ആ ഒരു ആഗ്രഹം. ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല, വഴികേടിലാക്കുന്ന ഫിത്നകളിൽ അകപ്പെടാതെ, അതേപോലെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന വിപത്തുകളും ദുരിതങ്ങളും അതിൽ ചെന്ന് ചാടാതെ ഈ പറയുന്ന ലദ്ദത്ത്, ഈ പറയുന്ന ആസ്വാദനം, ഈ പറയുന്ന നിഅമത്ത് അല്ലാഹുവേ ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന സമയത്ത്, അത് നമ്മൾ കേൾക്കുന്ന സമയത്ത്, അതിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ചിന്തിക്കുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും, എന്തെന്നില്ലാത്ത ആസ്വാദനവും, എന്തെന്നില്ലാത്തൊരു സമാധാനവും, അവൻ്റെ ഹൃദയം പരിപരുത്ത ഹൃദയമാണെങ്കിൽ അത് മയപ്പെടലും, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങളിലേക്ക് അവനുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ജനിക്കലും. കട്ടിയുള്ള മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ദീനിനെക്കുറിച്ചും സ്വഭാവത്തിനെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും പോലും ബോധമില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വന്ന് ഈ ഖുർആൻ പാരായണം ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമായിക്കൊണ്ട് അവരതിൽ ആകൃഷ്ടരാവുകയും അവര് ആ പറയുന്ന ഖുർആനിന്റെ അധ്യാപനങ്ങൾ കേൾക്കുന്ന സമയത്ത് ദീർഘമായി സുജൂദ് ചെയ്യുന്ന, റുക്കൂഅ് ചെയ്യുന്ന ആളുകളാവുകയും ആ ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്ന ആളുകളാവുകയും അവരുടെ സമ്പത്തുകളും അവരുടെ രക്തങ്ങളും അവർക്ക് ഈ ലോകത്ത് ലഭിച്ച സകല കാര്യങ്ങളും ഈ പറയുന്ന ദീനിന് വേണ്ടി ചെലവാക്കാൻ അവർ സന്നദ്ധമാവുകയും ചെയ്ത എത്രയോ ചരിത്രങ്ങൾ മുൻഗാമികളായ ഈ ആളുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്ന ഖലീഫയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് മുസ്ലിം ഖിലാഫത്ത് ഈ ഭരണം ലോകത്തിന്റെ മുക്കിലും മൂലയിലും, ചൈനയിലേക്കും യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും സിന്ധിലേക്കും അത് വ്യാപിച്ചതിന്റെ ഫലമായി അവിടെ നിന്നുള്ള സമ്പത്തുകൾ, മദീനയിലേക്ക് കുമിഞ്ഞുകൂടുന്ന സമ്പത്തുകൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നൽകുമായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്ന സമയത്ത് പറഞ്ഞത്, മഹാനായ ആ ഖലീഫ പരിശുദ്ധമായ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുകയും അതിലായി ജീവിക്കുന്ന ഖലീഫയായപ്പോൾ ഖൈറാത്തുകൾ, ദീനിലും ദുന്യാവിലുള്ള ഖൈറാത്തുകൾ മദീനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലൗ തഹുറത്ത് ഖുലൂബുക്കും മാ ശബിഅതും മിൻ കലാമില്ലാഹി അസ്സ വജൽ, നിങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായിരുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾ നിഫാഖിൽ നിന്നും ഹൃദയ രോഗങ്ങളിൽ നിന്നും ഒക്കെ ശുദ്ധമായി പരിപൂർണമായ പരിശുദ്ധമായ പവിത്രമായ ഹൃദയത്തിൻ്റെ ഉടമകളാണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്താലും മതിയാവുകയില്ല, നമുക്ക് വയറ് നിറയുകയില്ല. അതിൻ്റെ ആസ്വാദനങ്ങൾ അതിന് മാത്രമാണ്, അതിൻ്റെ ആനന്ദം, അതുകൊണ്ടുള്ള വിജയം, അതുകൊണ്ടുള്ള നേട്ടം നമ്മുടെ മനസ്സിന് അതിൻ്റെ നിയമങ്ങളും അതിൽ പറഞ്ഞ അധ്യാപനങ്ങളും ഉത്ബോധനങ്ങളും കേട്ടാലും നമുക്കത് മതി വരികയില്ലായിരുന്നു. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഈ പറയുന്ന ലദ്ദത്ത്, ഇബാദത്തിലുള്ള ലദ്ദത്തിനെ കുറിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ചുരുക്കത്തിൽ, അന്നൽ ഇഖ്ബാല അലല്ലാഹി ബിൽ ഇബാദ, ആരാധനകളുമായി അള്ളാഹുവിലേക്ക് മുന്നിടൽ, വസ്തിഹ്ലാറു അളമത്തിഹി, അള്ളാഹുവിന്റെ മഹത്വം അത് നമ്മുടെ ഹൃദയത്തിൽ
ആ പറയുന്ന മഹത്വം ഓർമ്മിക്കൽ. വഅന്നക തുരീദു വജ്ഹഹുൽ കരീം, ആദരണീയമായ അള്ളാഹുവിന്റെ വജ്ഹാണ് ഇബാദത്ത് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്, ഇഖ്ലാസാണ്, നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാണ്. വഅന്നക ഫഅൽത ഹാദാ ഇബ്തിഗാഅ മർളാതിഹി, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വതആത്തൻ ലി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. വമഹബ്ബത്തൻ ലഹു സുബ്ഹാന, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാണ്. വഹിർസൻ അലാ മാ യുർളിഹി വയുഖർരിബുഹു ഇലൈഹി, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ അത്യാർത്ഥി ആഗ്രഹത്തോടു കൂടെ. കുല്ലു ഹാദാ മിമ്മാ യജ്അലുഹു തസ്തലിദ്ദുൽ ഇബാദ, അള്ളാഹുവിനെ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിൽ ആസ്വാദനം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇഖ്ലാസ് അതിൽ മുഖ്യമായതാണ്. അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ് എൻ്റെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തമാണ് എൻ്റെ ഉദ്ദേശം. ഈ പറയുന്ന നിഷ്കളങ്കമായ സത്യസന്ധമായ ഉദ്ദേശത്തോടു കൂടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുന്നതിനനുസരിച്ച് ആ ഇബാദത്തിലുള്ള ആനന്ദം, ആസ്വാദനം അവൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് കപട ആളുകളാണെങ്കിൽ ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, അള്ളാഹു അവരെ കുറിച്ച് പറയുന്നതാണ്. അവർ നിസ്കാരത്തിലേക്ക് നിന്നാൽ അലസതയോടുകൂടിയായിരിക്കും, അവർക്ക് അതിൽ ആസ്വാദനം ലഭിക്കുകയില്ല, അവർക്കത് ഭാരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവസ്ഥ, ഞാൻ ഏത് കൂട്ടത്തിലാണ്, എൻ്റെ ലെവൽ ഏതാണ് എന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ലതാണ് ഇതുപോലത്തെ അധ്യാപനങ്ങൾ. അവിടെ വിശ്വാസികളാണെങ്കിൽ അവർ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഭാരിച്ചവരായി, ക്ഷീണിച്ചവരായി, തളർന്നവരെ, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും സ്മരണയും ഇതുപോലത്തെ കാര്യങ്ങൾ അവരങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കോഴി കൊത്തുന്നത് പോലെ, അതല്ലെങ്കിൽ പക്ഷികൾ ധാന്യമണികൾ കൊത്തിയെടുക്കുന്നത് പോലെ റുക്കൂഉം സുജൂദും ചെയ്ത് മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് അവർ പോകുന്നത് കാണാം. നേരെ മറിച്ച് ശരിയായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ശരിയായ ഇഖ്ലാസോടെ സിദ്ഖോട് കൂടെ അള്ളാഹുവിലേക്കുള്ള മനം നിറഞ്ഞ ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടു കൂടെ ഇബാദത്തിൽ മുന്നേറാൻ തയ്യാറായാൽ അതിലുള്ള ആസ്വാദനങ്ങൾ, അതിൽ നിന്നുള്ള ആനന്ദം, സമാധാനം, മനസ്സമാധാനം അതിൽ നിന്ന് കൃത്യം ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. വയജ്അലുക തസ്തലിദുൽ ഇബാദ വതഖ്ബല അലൈഹി വതുഖ്ബിലു അലൈഹ, ഇബാദത്തിലേക്ക് മുന്നിടാനുള്ള താല്പര്യം നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. വതർതാഹു ലഹ, ഇബാദത്ത് നിർവഹിക്കാനുള്ള ഒരു ആശ്വാസം നമുക്ക് ലഭിക്കും. വതൻഅമു ബിഹാ വഫഖല്ലാഹുൽ ജമീ, ആ പറയുന്ന ഇബാദത്ത് കൊണ്ട് നിഅമത്തും അനുഗ്രഹങ്ങളും അത് ലഭിക്കുന്നത് കാണാം. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഇബാദത്ത് നിർവഹിക്കാൻ ഇങ്ങനത്തെ ഒരു മാനസികമായ അവസ്ഥ ഒരാൾക്ക് തന്നു എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും അത് നിർവഹിക്കാനും അത് ഭംഗിയായി കൃത്യമായി അതിൽ മുന്നേറാനും ഒരാൾക്ക് അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മഹത്തായ ഒരു നിഅമത്ത് ചെയ്തിട്ടുണ്ട് എന്ന്. ഇബാദത്തുകൾ ഏത് ഇബാദത്തുകളാണെങ്കിലും, നിസ്കാരാണെങ്കിലും അതിൻ്റെ മുമ്പ് തൗഹീദാണെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകൾ, റജാ, ഖൗഫ്, തവക്കുൽ പോലത്തെ അള്ളാഹുവിലേക്കുള്ള മുന്നിടലാണെങ്കിലും അദ്കാറുകളാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും അത് ചെയ്യുമ്പോൾ അവനൊരു സംതൃപ്തി. അൽഹംദുലില്ലാ, ജമാഅത്ത് നിസ്കാരം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ സഫവൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ ഖുർആൻ പാരായണം ചെയ്യാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് സന്തോഷവും ഒരു ആനന്ദവും അതിലുള്ള ഒരു അനുഭൂതിയും ഒരു സ്വസ്ഥതയും ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് ചെയ്ത മഹത്തായ ഒരു ഇബാദത്താണ്. പ്രവാചകന്മാർക്ക് അവർക്കുള്ളതുപോലെ, മുൻഗാമികളായ സഹാബത്തിനുള്ളതുപോലെ, താബിഈങ്ങൾക്കുള്ളതുപോലെ ഒരു പക്ഷേ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ പോലും ഈ മഹത്തായ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന് എന്തെന്നില്ലാത്ത ഒരു ലദ്ദത്ത്, അതുകൊണ്ടുള്ള ഒരു ആനന്ദം, അതുകൊണ്ടുള്ളൊരു അനുഭൂതി അത് അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ട കാര്യങ്ങൾ നമ്മൾ അതിന് ഈ പറയുന്ന ഇഖ്ലാസോടുകൂടെ, സിദ്ഖോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തുകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അതിലേക്ക് മുന്നേറുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ശരിയായ വിശ്വാസം തൗഹീദോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നതനുസരിച്ച് സ്വാലിഹായ അമൽ, സുന്നത്തിനോട് യോജിച്ച് നിൽക്കാകുമ്പോഴാണ് അമൽ സ്വാലിഹാകൽ. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആര് നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിലും ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഹയാത്ത് ത്വയ്യിബ എന്ന് പറഞ്ഞ ഉലമാക്കൾ അത് വിശദീകരിക്കുന്ന മനസ്സമാധാനത്തോടു കൂടെയുള്ള അള്ളാഹുവിലേക്ക് മുന്നിട്ട് ഇഖ്ലാസോടുകൂടെ, സിദ്ഖോടുകൂടെ, അള്ളാഹുവിനുള്ള മഹബത്തോടുകൂടെ ഈ പറയുന്ന ഭൗതികമായ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരുപാട് സമ്പത്തിന്റെ ഉടമയാവുക എന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല. ഹയാത്തും തയ്യും, മനസ്സിന്റെ സമാധാനത്തോടുകൂടെ, മനസ്സിന്റെ അസ്വസ്ഥങ്ങളും വെറുപ്പുകളും വിദ്വേഷങ്ങളും ദീനിൽ നിന്നുള്ള അകൽച്ചയും അള്ളാഹുവിന്റെ വെറുപ്പുമില്ലാത്ത ത്വയ്യിബായ ഒരു ഹയാത്ത്, സംതൃപ്തിയുള്ള ഒരു ഹയാത്ത് അവന് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല പ്രതിഫലം
അതിന് പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പുറമെ ദുന്യാവിലുള്ള ഈ സംതൃപ്തി, ഈ പറയുന്ന ഹയാത്ത് ത്വയ്യിബത്തിന്റെ പുറമെ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. നമ്മുടെ ഭാഗത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് നമുക്കൊരാശ്വാസം കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായത്തിനെ തേടണം. ചില ആളുകൾക്ക് നിസ്കാരം ഭാരമാണ്, അവൻ ആദിക്കെ പ്രയാസത്തിലാണ്, ആദിക്കെ ദുരിതത്തിലാണ്, ആദിക്കെ വിപത്തിലാണ്, പരീക്ഷണത്തിലാണ്. അതിന്റെ പുറമെ പിന്നെ നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് പല ആളുകൾക്കും അത് വീണ്ടും ഭാരത്തിന്റെ കൂടെ വീണ്ടും ഭാരമായിരിക്കും, പ്രയാസത്തിന്റെ കൂടെ വീണ്ടും പ്രയാസമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ, ദീനിലും ദുനിയാവിലുമുള്ള, നിങ്ങളുടെ വ്യക്തികളിലും കുടുംബത്തിലുമുള്ള സമൂഹത്തിലുമുള്ള നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ, അതിൽ നിങ്ങൾ അള്ളാഹുവിനോട് ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായത്തിന് തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ. മറ്റേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ മനസ്സിന്റെ സംതൃപ്തി, മനസ്സിന്റെ സമാധാനം, എന്റെ കണ്ണിന്റെ കുളിർമ നിസ്കാരത്തിലാണ്. മഹത്തായ ആ നിസ്കാരം, അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണം, നമ്മുടെ മനസ്സിലുള്ള നമ്മൾ അലട്ടുന്ന, നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങൾ റുക്കൂഇലായിട്ടും സുജൂദിലായിട്ടും ഈ പറയുന്ന ഇബാദത്ത് കൃത്യമായി ഒരാൾ നിർവഹിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൊസിഷൻ സുജൂദിലാണ്. ആ സുജൂദിൽ വെച്ച് ഇവനെ അലട്ടുന്ന കാര്യങ്ങൾ യാ ഹയ്യു യാ ഖയ്യൂം യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അർഹമർ റാഹിമീൻ യാ ഖൈറൻ നാസിരീൻ യാ ലത്തീഫ് യാ വദൂദ് യാ ഗഫാർ യാ തവ്വാബ്, അള്ളാഹുവിന്റെ അസ്മാകൾ വിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത സ്വസ്ഥതയും സമാധാനവും, അവനെ അലട്ടുന്ന ദുരിതത്തിൽ നിന്ന് വിപത്തിൽ നിന്ന് അവന് മോചനവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്തേ മതിയാകും, അവന് കൊടുക്കും, അള്ളാഹുവിന് അത് ലഭിച്ചേ മതിയാകും. അവനത് വാഗ്ദാനം ചെയ്തതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ഫീഹി മിനദ് ദുആ ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും. ഒരു അടിമ തന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൊസിഷൻ ആ അടിമയെ സംബന്ധിച്ച് അവൻ സുജൂദിലുള്ള സമയത്താണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. ദീനിലും ദുനിയാവിലും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. അതില്ലാത്തവരാരാ? നമുക്ക് ദീനിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പരലോകത്ത് ഒരുപാട് വിജയത്തിനും ആവശ്യങ്ങളുണ്ട്, ദോഷങ്ങൾ പുറത്തു കിട്ടേണ്ടതുണ്ട്, നമുക്ക് പരലോകത്ത് രക്ഷപ്പെടേണ്ടത്, വിജയിക്കേണ്ടതുണ്ട്. നമ്മളെ ബാധിക്കുന്നത്, കുടുംബത്തിനെ ബാധിക്കുന്നത്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, സാമൂഹികമായ ദുരിതങ്ങൾ, ഒരുപാട് അസ്വസ്ഥങ്ങളുണ്ട്. ആ പറയുന്ന അസ്വസ്ഥങ്ങൾക്ക് ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് മുന്നിടുകയും ഈ പറയുന്ന ഇബാദത്ത് കൃത്യമായി അത് നിർവഹിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സുജൂദ് പോലത്തിൽ ദുആ ചെയ്ത് അള്ളാഹുവിനോട് തേടുമ്പോൾ അവന്റെ ദുആക്ക് ഉത്തരങ്ങൾ ഉണ്ടാകും, അവന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. അവന്റെ പെരടിയിൽ, അവന്റെ തലയിലും പെരടിയിലും കയറ്റിവെച്ച ഭാരിച്ച ആ ചുമടുകൾ ഇറക്കി വെച്ച ഒരു സംതൃപ്തി അവന് ലഭിക്കും, സംതൃപ്തി ലഭിക്കും. ആളുകൾ പലപ്പോഴും ഈ പറയുന്ന പരിഹാരത്തിലേക്ക് മുന്നിടാത്തതാണ് അവരുടെ മനസ്സിന്റെ ഉത്കണ്ഠകളും അസ്വസ്ഥങ്ങളും ദുരിതങ്ങളും അവർക്ക് കൂടാനുള്ള കാര്യങ്ങൾ. അപ്പൊ അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ വസ്തഈനു ബിസ്സബ്രി വസ്സലാ. പക്ഷേ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഈ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ ഒരു വിഭാഗം ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇത് ആനന്ദമാണ്, അവർക്ക് ഇത് ആസ്വാദനമാണ്, അവർക്ക് ഇത് വളരെ ലളിതമായതും എളുപ്പമുള്ളതും സന്തോഷകരമാണെങ്കിൽ നേരെ മറിച്ച് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചത് വളരെ ഭാരിച്ച കാര്യമായി. മുനാഫിഖീങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, ചില ആളുകൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ അതിന്റെ മുമ്പില്ലാത്തതുപോലത്തെ ഒരു രോഗത്തിന്റെ അവസ്ഥ, ക്ഷീണത്തിന്റെ അവസ്ഥ, കോട്ടുവായയുടെ അവസ്ഥകൾ കാണാം. നമുക്കതിൽ നിന്ന് നമ്മൾ ലെവലിൽ, ഞാൻ ഏത് ലെവലിലാണ്, എൻ്റെ അവസ്ഥ എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് കരഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, എന്താണ് നിങ്ങൾ അലട്ടുന്ന കാര്യങ്ങൾ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്ര ഇന്നമാ അബ്കി അലാ ളമഇൽ ഹവാജിരി വഖിയാമി ലൈലി ശിത വമുസാഹമത്തിൽ ഉലമാഇ ബിർറക്ബി ഇൻദ ഹിലഖി ദിക്ർ. ചൂട് കഠിനമായ പകലുകളിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയൂലല്ലോ, തണുപ്പ് പ്രത്യേകിച്ചുള്ള, നമ്മളൊക്കെ ചൂടിൽ തണുപ്പുണ്ടാക്കുന്നതാണ്, കാലാവസ്ഥ തണുത്തിട്ട് ഉള്ളും പുറം തണുക്കുന്ന ഒരു സമയമുണ്ട്, മൂടി പതിച്ച് കിടക്കാൻ തോന്നുന്ന ഒരവസ്ഥയിൽ. അങ്ങനത്തെ തണുപ്പ് കൂടുതലുള്ള രാത്രി എണീറ്റ് നിന്ന് ഖിയാമുൽ ലൈൽ എനിക്ക് നിർവഹിക്കാൻ എനിക്ക് കഴിയൂലല്ലോ. അതേപോലെ തന്നെ ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ എനിക്ക് പോയിട്ട് ഇൽമ് തേടാൻ കഴിയൂലല്ലോ. ഇത് ചിന്തിച്ചിട്ടാണ്. അവർക്കത് ആനന്ദകരമായ കാര്യങ്ങളായിരുന്നു, ചൂട് കഠിനമായ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാത്രി നമ്മൾ ഖിയാമുൽ ലൈലിനെ കുറിച്ച് കേട്ടതുപോലത്തെ രാത്രി ഖിയാമുൽ ലൈൽ നിസ്കാരം, അതേപോലെ ഇൽമ് തേടാൻ വേണ്ടിയിട്ടുള്ള റിഹ്ലകളും
ഉലമാക്കളുടെ സദസ്സിൽ ചെന്ന് പങ്കെടുക്കലും ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കഴിയൂലല്ലോ എന്നുള്ളതാണ്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫി ദുനിയ ജന്നത്തൻ, നിശ്ചയം ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ഈ പറയുന്ന മാനസികമായ അനുഭൂതിയാണത്. ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിലുള്ള ആനന്ദമാണ്. ഈ പറയുന്ന സ്വർഗം ദുനിയാവിലുണ്ട്. മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിൽ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ദുനിയാവിൽ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഖ്ലാസോടെ, സിദ്ഖോടെ, ഖുശൂവോടെ അള്ളാഹുവിലേക്കുള്ള ഈ മുനാജത്തും ഈ ഇബാദത്തുകളും അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. അത് നിർവഹിക്കുമ്പോൾ ഈ പറയുന്ന ലദ്ദത്ത് ആ വ്യക്തിക്ക്, അള്ളാഹുവിനുള്ള ആ സാമീപ്യവും അള്ളാഹുവിനുള്ള മഹബത്തും ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കും. അങ്ങനത്തെ ഒരാൾക്ക് പരലോകത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറയാണ്. മറ്റു ചില സലഫുകളിൽ നിന്ന് വന്ന വാക്കുകൾ, മസാക്കീനു അഹ്ലി ദുനിയ, ദുനിയാവിലുള്ള ആളുകൾ, പാവങ്ങൾ ഖറജു മിൻഹ വമാ ദാഖു അത്യബ മാ ഫിഹ, ദുനിയാവെന്ന് മരിച്ചു പിരിഞ്ഞു പോയി പാവങ്ങൾ. അതിൽ ഏറ്റവും ആനന്ദകരമായ ചില അനുഭൂതികൾ, ചില ആസ്വാദനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, അത് ലഭിക്കാതെ മരിച്ചു പിരിഞ്ഞു പോയി. അപ്പൊ ചോദിക്കപ്പെട്ട്, എന്താണ് ദുനിയാവിലുള്ള ഇത്ര ആനന്ദകരമായ ആസ്വാദനമായ കാര്യങ്ങൾ എന്താണ്? മഹബ്ബത്തുല്ലാഹി വ മഅരിഫത്തുഹു വ ദിക്റുഹു, അള്ളാഹുവിനോടുള്ള ആ സ്നേഹവും അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ സ്മരണയും ആ പറയുന്ന സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള അവർ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ഈ ലദ്ദത്ത് ലഭിച്ച ഇബാദത്തുകൾ. അങ്ങനത്തെ ആ ഇബാദത്ത് ലഭിച്ച ആളുകൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിൽ, സംതൃപ്തിയിൽ, അനുഭൂതിയിലാണ്. അത് ലഭിക്കാതെ പല ആളുകളും പോയി. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അൽ ഈമാനു ലഹു ഹലാവ, ഈമാന് മാധുര്യമുണ്ട്. വതുഉമുൻ യുദാഖു ബിൽ ഖുലൂബ്, അത് നാവ് കൊണ്ടല്ല ആസ്വദിക്കുക, ഹൃദയം കൊണ്ടാണ്. ഭക്ഷണപാനീയങ്ങൾ നാവ് കൊണ്ട് ആസ്വദിക്കുന്നത് പോലെ ഈമാനിന്റെ മാധുര്യം എന്ന് പറയുന്നത് ഹൃദയങ്ങൾ കൊണ്ടാണ് അത് ആസ്വദിക്കപ്പെടുക. കമാ യുദാഖു ഹലാവത്തു തുആമി വശറാബി ബിൽ ഫം, നാവ് കൊണ്ടും വായ കൊണ്ടും ഭക്ഷണപാനീയങ്ങളുടെ ആ രുചികൾ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ ഹൃദയം കൊണ്ടാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കപ്പെടുക. ഫഇന്നൽ ഈമാന ഹുവ ഗിദാഉൽ ഖുലൂബ്, ഈമാൻ എന്ന് പറയുന്ന തൗഹീദ്, ഈമാൻ അത് ഹൃദയങ്ങളുടെ ഭക്ഷണമാണ്. വഖൂതുഹ, അതിന്റെ വിഭവമാണ്. കമാ അന്ന തുആബ വശറാബ ഗിദാഉൽ അബ്ദാനി വഖൂതുഹ, ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ ഈ ശരീരത്തിന്റെ ഭക്ഷണപാനീയങ്ങളും അതിന്റെ വിഭവങ്ങളാണ് എന്നതുപോലെയാണ് ഈമാനാണ് ഹൃദയത്തിന്റെ ഭക്ഷണവും വിഭവവും. വകമാ അന്നൽ ജസദ ലാ യജിദു ഹലാവത തുആമി വശറാബി ഇല്ലാ ഇൻദ സിഹ്ഹതി, ആരോഗ്യമുള്ള സമയത്തെ ശരീരത്തിന് ഭക്ഷണങ്ങളുടെ രുചി ശരിക്കും മനസ്സിലാകുള്ളൂ അല്ലേ? നമുക്കൊക്കെ പനി പിടിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളെ വായിൽ വെക്കുന്ന ഒരു ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, രുചി ഉണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല, മുളകുണ്ടാവില്ല, അതിന് ടേസ്റ്റും ഉണ്ടാവില്ല. എത്ര നല്ല ഭക്ഷണം കൊണ്ടുവന്നാൽ വെച്ചാൽ എനിക്കത് കയ്പ്പാണ്, എനിക്കത് ടേസ്റ്റ് ഇല്ല, എനിക്കത് ആവശ്യമില്ല എന്ന് പറയും. ഇത് മനുഷ്യ ശരീരത്തിന്റെ സ്ഥിതിയാണ്. എന്നതുപോലെ ഫഇദാ സഖിമ ലം യജിദ് ഹലാവത മാ യൻഫഉഹു മിൻ ദാലിക്, ഉപകാരപ്രദമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന് കൊടുത്താൽ പോലും ശരീരം രോഗിയാണ് എന്നുണ്ടെങ്കിൽ അതിന് മാധുര്യമോ അതിന് ടേസ്റ്റോ അതിന് രുചിയോ അതിനോട് അവന് ഇഷ്ടം ഉണ്ടാകൂല. എന്ന് മാത്രമല്ല, ബൽ ഖദ് യസ്തഹലി മാ യളുറുഹു വമാ ലൈസ ഫീഹി ഹലാവത്തുൻ ലിഗലബത്തി സുഖ്മി അലൈ, രോഗം കാഠിന്യമാകുമ്പോൾ ശരീരത്തിന് പറ്റാത്ത ചില കാര്യങ്ങൾ ആഗ്രഹം പറയും, ശരീരത്തിന് ഇഷ്ടമല്ലാത്ത ഉപദ്രവമുള്ള ചില കാര്യങ്ങൾ എനിക്കത് വേണം ഇത് വേണം എന്ന് ചില രോഗികൾ പറയും. ഫകദാലിക്കൽ ഖൽബ്, മനുഷ്യ ഹൃദയവും അങ്ങനെയാണ്. ഇന്നമാ യജിദു ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം ആ ഹൃദയത്തിന് ലഭിക്കല് ഇദാ സലിമ മിൻ മറദിൽ അഹ്വാഇ അൽ മുളില്ലതി വശഹവാത്തിൽ മുഹറമതി, നിഷിദ്ധമായ വൈകാരികമായ കാര്യങ്ങൾ, ഷഹവാത്തുകൾ, അതേപോലെ തന്നെ മനുഷ്യനെ വഴികേടിലാക്കുന്ന ഹവകൾ, ദേഹ ഇച്ഛകൾ, ആ രോഗത്തിൽ നിന്ന് സുരക്ഷിതമാകുമ്പോഴേ ഈമാനിന്റെ മധുരം ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. ഹൃദയത്തിന് രോഗങ്ങൾ പിടിപെടും, ഹൃദയ രോഗങ്ങൾ ധാരാളമുണ്ട്. ആ പറയുന്ന ഹൃദയത്തിന്റെ രോഗങ്ങൾ പിടിപെട്ടാൽ അവന് പിന്നെ ഈമാനിന്റെ മധുരം അവന് ലഭിക്കുകയില്ല. ആ പറയുന്ന രോഗത്തിൽ നിന്ന് അവന്റെ ശരീരം മുക്തമായി, അവന്റെ ഹൃദയം മുക്തമായി, ഹൃദയം അത് രോഗത്തിൽ നിന്ന് സുരക്ഷിതമാകുമ്പോഴേ ഈമാനിന്റെ മധുരം, അള്ളാഹുവിനുള്ള മഹബത്ത്, റസൂലിനുള്ള മഹബത്ത്, ഈ പറയുന്ന ഇബാദത്തുകളിലുള്ള ആവേശം, താല്പര്യങ്ങൾ, അതിനോടുള്ള ഇഷ്ടങ്ങൾ അവന് ലഭിക്കുള്ളൂ. അത് നിർവഹിക്കാൻ അവന്റെ മനസ്സും ശരീരവും അതിന് താല്പര്യം കാണിക്കുള്ളൂ. വമൻ മരിള വസഖിം, ഒരാൾ രോഗിയായി, അവന്റെ ഹൃദയം രോഗിയായാൽ ലം യജിദ് ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം അവന് ലഭിക്കുകയില്ല. എന്ന് മാത്രമല്ല, ബൽ യസ്തഹ്ലി മാ ഫീഹി ഹലാകുഹു മിനൽ അഹ്വാഇ വൽ മആസി, പാപങ്ങൾ, ദോഷങ്ങൾ, ദേഹ ഇച്ഛകൾ, ഹവകൾ, തന്നിഷ്ടങ്ങൾ, വഴികേടുകൾ, അത് നല്ലതായിട്ട് ഒരാൾക്ക് തോന്നും. അതിന്റെ അർത്ഥം ഈ പറയുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്നുള്ളതല്ല.
അവൻ രോഗിയാണ്. അവന്റെ ഹൃദയത്തിന്റെ പല രോഗങ്ങളും അതിൽ പിടിപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകളോട് അവൻ ഇഷ്ടമുണ്ടാകും, ദേഹ ഇച്ഛകളോട് ഇഷ്ടമുണ്ടാകും, ബിദഅത്തിനോടും ശിർക്കിനോടും കുഫറിനോടും വൃത്തികൾ അതിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഹൃദയം മാരകമായ രോഗത്തിന് അടിമപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, യഥാർത്ഥ ഈമാൻ ഒരാൾക്കുണ്ടെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്നത് അവന് വളരെ വെറുപ്പുള്ളതായിട്ട് അനുഭവപ്പെടുള്ളൂ. അവനൊരിക്കലും അതിനോട് താല്പര്യം ഉണ്ടാവുകയില്ല. അവന്റെ ഹൃദയം സുരക്ഷിതമാണെങ്കിൽ ഈ പറയുന്ന പാപം അവന് തെറ്റായിട്ട് അവന് അനുഭവപ്പെടും. അത് ചെയ്യാൻ അവന്റെ മനസ്സ് അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നേരെ മറിച്ച് ഒരാളെ മനസ്സ് രോഗിയാണ് എന്നുണ്ടെങ്കിൽ ഷഹവാത്തുകൾ അതിലുണ്ട്, അതേപോലെ തന്നെ ഹവ അതിലുണ്ട്, ദേഹ ഇച്ഛകളുണ്ടെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ നല്ലതായിട്ട് അവൻ അനുഭവപ്പെടുകയും അവന്റെ ശരീരം അത് പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നത് കാണാം. ചുരുക്കത്തിൽ ഹൃദയത്തിന് എന്തുണ്ട്? ഹൃദയത്തിന് ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയത്തിന് അതിന്റെ മാധുര്യവും അതിന്റെ രസവും അത് അവന് ആസ്വാദനങ്ങളും അത് അനുഭവിക്കാൻ കഴിയും. വല്ലദത്തുല്ലത്തി തുൻതിജു അനിൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരാൾക്ക് ആനന്ദങ്ങളും ഒരാൾക്ക് ഇതുപോലെ തന്നെ രസങ്ങളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹിയ ഹിബത്തും മിനല്ലാഹി അസ്സ വജൽ, അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അവന് ലഭിച്ച ഒരു ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാന ഉലൈക ഹുമുർ റാഷിദൂൻ. അള്ളാഹു ആണ് ഈമാൻ നിങ്ങൾക്ക് പ്രിയമുള്ളതാക്കി തന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ അത് നല്ലതാക്കി, അതിനോടുള്ള ലദത്തും അതിനുള്ള ആസ്വാദനങ്ങളും അവൻ നിങ്ങളുടെ മനസ്സിലിട്ട് തന്നതാണ്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, പാപകരമായ കാര്യങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, വലൈക്കും സലാം, അതേപോലെ സത്യനിഷേധം, അത് നിങ്ങളെ മനസ്സിലേക്ക് അല്ലാഹു വെറുപ്പുള്ളതിട്ട് തന്നു. നിങ്ങളുടെ നല്ല സുരക്ഷിതമായ ക്ലിയറായ രോഗമുക്തമായ ഹൃദയത്തിന്റെ ഉടമകളാക്കി നിങ്ങളെ തന്നത് അള്ളാഹുവിന്റെ ഹിബത്താണ്, അവന്റെ ദാനമാണ്, അള്ളാഹുവിന്റെ ഫളലാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഐ ഹബ്ബബഹു ഇലാ നുഫൂസിക്കും, ഈമാനും സൽക്കർമ്മങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് നല്ലതാക്കി അള്ളാഹുത്തിൽ ഇട്ട് തന്നു. അപ്പൊ അതിന്റെ ലദ്ദത്തും അതിന്റെ ആസ്വാദനങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുന്നു. വഹസ്സനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് നല്ലതായിട്ട് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ദുനിയാവിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, ദുനിയാവിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ലദ്ദത്തുകൾ ആസ്വാദനങ്ങൾ ഉണ്ടാകും. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ പറയുന്നത് പോലെ ആസ്വാദനങ്ങൾ ഉണ്ടാകും. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, അന്തരങ്ങളുണ്ട്, ഒരുപാട് അന്തരങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. പണ്ഡിതന്മാരത് പറയുന്ന ചില ഭാഗങ്ങള്, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ചില ആനന്ദങ്ങള്, കാര്യങ്ങള്, അന്ന മലദാത്തി ദുനിയ യസ്ഹബുഹാ മുനഗിസ്വാത്തുൻ കസീറ. ദുനിയാവിൽ ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യം കിട്ടിയെന്ന് കൂട്ടും, സമ്പത്ത് കിട്ടിയെന്ന് കൂട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് കൂട്ടുക. ആ പറയുന്നത് ലഭിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് ടെൻഷനും ഒരുപാട് അസ്വസ്ഥയും അവനുണ്ട്. ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരുപാട് ഉത്കണ്ഠയും പേടിയ ആ വ്യക്തിക്ക് ഓരോ സമയത്തും എത്രയാണ് കിട്ടുന്ന ദുന്യവിയായ സുഖങ്ങളും ആസ്വാദനങ്ങളും എത്ര കിട്ടുന്നു, ആ കിട്ടുന്നതിലേറെ അതിന്റെ പേരിൽ ഈ വ്യക്തി ടെൻഷൻ അടിക്കുന്നുണ്ട്. ശരിയാണോ അല്ലേ? ദുന്യാവിലുള്ള ഓരോ ആസ്വാദനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ വിചാരിക്കും അവർ വളരെ സന്തോഷത്തിൽ, അവൾ വളരെ സംതൃപ്തിയിലാണ്, അവർ വളരെ അവരടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴേ അവരുടെ ഉത്കണ്ഠകളും അവരുടെ വിഷമങ്ങളും അവരുടെ ആദികളും അവർക്ക് പറയാനുണ്ടാവുകയുള്ളൂ. എന്നാൽ ദീനിന്റെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ബിഖിലാഫി ലദ്ദത്തിൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇതിന് എതിരാണ്. ഫഹിയ ലദ്ദത്തുൻ ഖാലിസ, അതില് യാതൊരു അത് ലഭിക്കുന്നതിന്റെ മുമ്പ് ഈ സൽക്കർമ്മം ചെയ്യാത്തതിന്റെ പേര് എന്തെങ്കിലും ഉണ്ടാകും, അവരുടെ തെറ്റോ വൃത്തികേടുകളോ. നേരെ മറിച്ച് ഈ താഅത്ത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ഇനി ആ താഅത്ത് ചെയ്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ യാതൊരു ഉത്കണ്ഠയും യാതൊരു അസ്വസ്ഥവും ഈ വ്യക്തിനെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യങ്ങളില്ല തന്നെ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, റഅയ്തു നഫ്സ തൻദുറു ഇലാ ലദാത്തി അർബാബി ദുനിയ അൽ ആജില. ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നിഅമത്തുകളും അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് അതിന്റെ ആസ്വാദനങ്ങളിലേക്ക് ഇങ്ങനെ ആളുകൾ എത്തി നോക്കുന്നത് ഞാൻ കാണുകയാണ്. വതൻസ, ഈ വ്യക്തി സത്യത്തിൽ വിസ്മരിക്കുകയാണ്, കൈഫ ഹസലത്ത്, അവന് ഈ സമ്പത്തും ഈ സ്ഥാനമാനങ്ങളും ഈ പറയുന്ന നിഅമത്ത് കിട്ടിയത് എങ്ങനെയാണ്, അതിനോടുത്ത എഫോർട്ടുകൾ, കഷ്ടപ്പാടുകൾ, അതും മറക്കുകയാണ്, അതാരും ചിന്തിക്കണില്ല. ഇത് നഷ്ടപ്പെടാൻ പോകുന്ന എത്ര വിപത്തുകൾ ഈ മനുഷ്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാരും നോക്കണില്ല, അതാരും ചിന്തിക്കണമില്ല. ഇപ്പൊ അവൻ ഏത് നിയമത്തിലാണോ അതിലേക്ക് മാത്രം ആളുകൾ നോക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നിയവൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അല്ലദ്ദത്തുൽ മുഹറമത്തു മംസൂജത്തുൻ ബിൽ ഖുബ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്.
ദുന്യവിയായ ആസ്വാദനങ്ങൾ നമ്മൾ പറഞ്ഞു. ദുന്യവിയായ ആസ്വാദനങ്ങൾ ആളുകൾ അതിൽ ഈ ലഭിച്ച ആസ്വാദനത്തിലേക്ക് നോക്കുന്നു. അതിന്റെ മുമ്പ് ഒരുപാട് കഷ്ടപ്പാട് യാതനകളുണ്ട്, അതിന്റെ ശേഷം വരുന്ന വിപത്തുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇനി ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആസ്വാദനങ്ങളാണെങ്കിലോ അത് ചെയ്യുന്ന സമയത്ത് വൃത്തികേടുകളും കാര്യങ്ങളും ഉണ്ട്. അത് ശരിയായ ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ അവനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ അവനെ പിടികൂടിക്കൊണ്ടേയിരിക്കുന്നത്. ആളുകൾ അറിഞ്ഞാൽ അത് പ്രശ്നമാണ്, അതിന്റെ പേരിലുള്ള ഭവിഷ്യത്തുകൾ പ്രശ്നമാണ്, അതിന്റെ പേരിലുള്ള വരും വരായികൾ ബുദ്ധിമുട്ടുകൾ ഇവനെ അത് പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ദുന്യവിയായ ആസ്വാദനങ്ങളുടെ സ്ഥിതി അതാണ്. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഒരാൾ ചെയ്യുമ്പോൾ അതിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് ദാഇമത്തുൻ ഫി ദുനിയാ വൽ ആഖിറ. അത് ദുനിയാവിൽ ഈ പറയുന്ന സംതൃപ്തിയും ആസ്വാദനങ്ങളും ആനന്ദങ്ങളും മനസ്സമാധാനങ്ങളും വിജയം ഈ ലോകത്തുണ്ട്, പരലോകത്തുണ്ട്. നേരെ മറിച്ച് ദുനിയാവിൽ ഏത് നിയമത്തുകൾ പരിശോധിച്ചു നോക്കിയാലും ആ പറയുന്ന നിയമത്തിന്റെ അനുഗ്രഹങ്ങളുടെ ആസ്വാദനം അത് ദുന്യാവെന്ന് നീങ്ങിപ്പോകുന്നതാണ്. പരലോകത്തത് വരാനും ലഭിക്കാനും പോകുന്നത്. ഒന്നിരിക്കൽ ആ നിയമത്തെ അനുഗ്രഹങ്ങൾ അവരിൽ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ അതുവടുണ്ടായി അവൻ അതിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ് പോകും ചെയ്യും. നേരെ മറിച്ച് സൽക്കർമ്മത്തിന്റെ കാര്യങ്ങൾ അതൊരിക്കലും മുറിയാൻ പോകുന്നില്ല. അത് ദുന്യാവിൽ ലഭിക്കും, അതേപോലെ തന്നെ പരലോകത്തും ലഭിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ദീർഘമായ ഹദീസിൽ, അബൂ സുഫിയാനും ആളുകളും ഷാമിലേക്ക് കച്ചവടത്തിന് ചെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റോമ ചക്രവർത്തിയായ ഹിറക്കലിന്റെ അടുത്തേക്ക് എഴുത്തു കൊടുത്തയച്ച ഒരു സംഭവമുണ്ട്. ഇമാം ബുഖാരി ആ ചരിത്രം, ദീർഘമായ ചരിത്രം അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. അന്ന് ഹിറക്കൽ അബൂ സുഫിയാൻ അന്ന് ഷിർക്കിൽ ഉള്ള ആളായിരുന്നു, മുശ്രിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയുള്ള പക്ഷത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറക്കൽ എന്ന് പറയുന്ന റോമക്കാരുടെ ചക്രവർത്തിക്ക് ദഅവത്ത് നടത്തിക്കൊണ്ട് എഴുത്തു കൊടുത്തയച്ചപ്പോൾ അന്ന് മക്കയിലുള്ള ഖുറൈശികൾപ്പെട്ട ആരാണ് ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹം ഭരണാധികാരി അന്വേഷിക്കുകയും അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിന് വേണ്ടി അന്ന് ഷാമിലുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് ഹിറക്കൽ പറഞ്ഞു അബൂ സുഫിയാനോട്, ഞാൻ എന്നോട് ചില കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു എഴുത്തു കൊടുത്തയച്ചതിന് പ്രവാചകനാണ് മറ്റു പറഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് എനിക്കൊരു നിജസ്ഥിതി സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം നീ എനിക്ക് നൽകണം എന്ന് അബൂ സുഫിയാനോട് പറഞ്ഞു. അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന അബൂ സുഫിയാന്റെ പിന്നിൽ വന്ന് നിങ്ങളെല്ലാവരും ഇരിക്കണം. എന്നോടെങ്ങാനും ഈ അബൂ സുഫിയാൻ ഏതൊരു കാര്യത്തിൽ കളവ് പറഞ്ഞാൽ അവൻ അറിയാതെ പിന്നിൽ നിന്ന് നിങ്ങൾ എനിക്ക് സൂചന നൽകുകയും വേണം എന്ന് പറഞ്ഞു ഹിറക്കൽ. അങ്ങനെ മുശ്രിക്കീങ്ങളായ അന്ന് ഷിർക്കിലുണ്ടായിരുന്ന ഈ ആളുകളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഹിറക്കലിന്റെ മന്ത്രിമാരും കൊട്ടാരത്തിലുള്ള പ്രമുഖരായ ആളുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അതിൽപ്പെടെ ചോദിച്ച ഒരു കാര്യം, ഹിറക്കൽ ചോദിച്ചത്, പ്രവാചകനാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ച് കൂടെ കൂടിയ ആളുകളിൽപ്പെട്ട ആരെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഈ പറയുന്ന ആദർശം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്നുണ്ടോ എന്ന ഒരു ചോദ്യം. അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ഇതുവരെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ആരും ഇത് തെറ്റാണ്, ഞങ്ങൾക്കിത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിട്ടില്ല. അബൂ സുഫിയാന് കളവ് പറയാനൊരു അവസരം അവിടെ ലഭിച്ചതുമില്ല. കളവ് പറയൽ മുശ്രിക്കീങ്ങളായ ആളുകൾ പോലും വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന കാലഘട്ടവുമായിരുന്നു. മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഇന്ന് പല ആളുകളും ആ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് താനും. അല്ലാഹുൽ മുസ്തആൻ. അബൂ സുഫിയാൻ ആ കാര്യം മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ചരിത്രം പറയുന്നുണ്ട്. കളവ് പറയാ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു സ്വഭാവമായിട്ട് അറബികളെന്ന് അവർ കണ്ടിരുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, കൂടെ കൂടിയ ആരും തന്നെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയിട്ടില്ല. അപ്പൊ ഹിറക്കൽ പറഞ്ഞൊരു വാക്ക്, ഈമാനിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, അതിന് മാധുര്യമുണ്ട്, അതിനൊരു ആസ്വാദനമുണ്ട്. അതൊരാളെ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് കടന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ ത്യജിക്കേണ്ടി വന്നാലും എന്ത് നഷ്ടപ്പെട്ടാലും അവൻ പറയുന്ന ആദർശത്തിൽ പിന്മാറുകയില്ല. നമ്മൾ ഹിറക്കൽ പറഞ്ഞ വാക്ക് എന്നുള്ള നിലക്കല്ല നമ്മൾ അംഗീകരിക്കുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് ബുഖാരിന്റെ ഷറഹിൽ ഫതുഹുൽ ബാരിയിലൊക്കെ അതങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ ശേഷം വന്ന സ്വഹാബികളും താബിഈങ്ങളുമായ ആളുകൾ അതൊരു ശരിയായ നിലപാട് തന്നെയാണ് എന്ന് ഹിറക്കലിന്റെ വാക്കിനെ സാധൂകരിച്ചുകൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ സംഭവങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈമാനിന്റെ മാധുര്യം ഒരാളെ മനസ്സിലേക്ക് അത് തട്ടിക്കഴിഞ്ഞാൽ, അത് കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ അതിൽ നിന്ന് ഈ ലോകത്തുള്ള ഏത് തന്നെ അവന് നഷ്ടപ്പെടുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും അവൻ അതിൽ പിന്മാറുകയില്ല. അതിൽ അടിയുറച്ചു നിൽക്കും. അതിന് തെളിവ് നമ്മൾ പരിശോധിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ മുൻഗാമികളായ സഹാബത്തും താബിഈങ്ങളുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകണം. ഇന്ന് ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നീട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറയാവുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. അവന്റെ മനസ്സിലേക്ക് ഇത് തട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കും. അവന്റെ മനസ്സിലേക്ക് ഇത് തട്ടിയിട്ടില്ല.
ഇന്നലെ ഞങ്ങൾ പിന്നെ ഏതാണ് പള്ളി അബൂദർ ഗിഫാരൻ പള്ളി ഷേഖ് ഇബ്രാഹിം അൽ മുഹൈമേദി ഹഫീളഹുള്ള അദ്ദേഹത്തിന്റെ ദർസിൽ പങ്കെടുത്ത അൽഹംദുലില്ലാഹ് പ്രതീക്ഷിക്കാതെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. വളരെ സെലഫി ദർസുണ്ട്, ധാരാളം ആളുകൾ, സൗദികളും വാങ്ങലും മുമ്പൊന്നും നമ്മൾ കാണാത്ത അതുപോലത്തെ ജനങ്ങളും അവിടെ ആൾക്കൂട്ടങ്ങൾ. ആഫ്രിക്കയിൽ നിരന്തരം പോകുന്ന ഷേഖ് അന്ന് പറഞ്ഞു, ഞാൻ രാവിലെ ഒന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്ന്. ആഫ്രിക്കയിലുള്ള ആളുകളുടെ ചരിത്രമാണ്. നമ്മുടെ നാട്ടിൽ പത്രക്കാരും മറ്റു പല ആളുകളും പറയുന്നുണ്ട്, ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷനറികൾ ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളും മറ്റും കൊടുത്തിട്ട് വശീകരിച്ചിട്ട് ക്രിസ്ത്യാനികളാക്കുന്നുണ്ട്. ഷെയ്ഖ് അവിടെ വെച്ച് 3 പ്രാവശ്യം അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അത് കളവ് മാത്രമാണ് എന്ന്. അപൂർവം ചില ആളുകൾ അവർക്ക് ഡോക്ടറേറ്റിന് വേണ്ടിയോ എഞ്ചിനീയറിംഗിന് വേണ്ടിയോ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ചില ആളുകൾ ഈ പറയുന്ന വിഡ്ഢിത്തരത്തിലേക്ക് പോകുന്നുണ്ടാകും. ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രലോഭനങ്ങളിലേക്ക്, പ്രകോപനമല്ല ദാനം, അതിലേക്ക് പോയി അവരത് ചെയ്യുന്നുണ്ടാകും. എന്നല്ലാതെ ദാരിദ്ര്യം കൊടികുത്തുന്ന ഗ്രാമങ്ങളിൽ ഷെയ്ഖ് പറയാണ്, ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടീം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് റോഡിന്റെ വഴിവക്കത്തും, റോഡ് ഇതുപോലത്തെ മണ്ണിന്റെ ഒക്കെ അങ്ങനത്തെ വഴിവക്കത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരല്പം ഫുഡോ ചെറിയ ഭക്ഷണ സാധനങ്ങളോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നാണയത്തുട്ടുകളോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ അവര് ഞങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടികളും ഈ സ്ത്രീകളും പ്രത്യേകിച്ച് ഇവരൊക്കെ പാവങ്ങൾ ഓടി ഒളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറയണം, അവർക്ക് പേടി അവരെ ഇസ്ലാമിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ക്രിസ്ത്യൻ മിഷനറിമാർ വന്നിട്ട് എന്തെങ്കിലും അവർക്ക് സംഭാവന സഹായം ചെയ്തിട്ട് അവരെ ഇസ്ലാമിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ പറയുന്ന ക്രിസ്ത്യാനികളാകുന്ന പേടിച്ചിട്ടാണ് അവർ ഓടിപ്പോകുന്നത്. ഞങ്ങൾ ഈ കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി അവർ പാവങ്ങൾ കൈകാട്ടി നിൽക്കേ, അവർക്ക് കിട്ടിയ ദീന്, ആ ദീൻ ഇസ്ലാമിന് അവർ പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുന്നവരല്ല ഗ്രാമങ്ങളിലുള്ളത്. അങ്ങനെ സംഭവം അവിടെ ആഫ്രിക്കയിൽ നടക്കുന്നില്ല എന്ന ശേഖം. ചുരുക്കം ചില ഭാഗങ്ങളിൽ അവർ ഭൗതികമായ എന്തെങ്കിലും പ്രസരിപ്പിന്റെ താല്പര്യങ്ങളുടെ പേരിൽ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ദീനുൽ ഇസ്ലാമിന്റെ മാധുര്യം, ആദർശത്തിന്റെ, ദീനിനെ കുറിച്ചുള്ള ആ ഒരു താല്പര്യം അത് മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മാധുര്യമുണ്ട്. ഹിറക്കലി പറഞ്ഞു എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹിബ്നു അബ്ബാസും മറ്റുള്ള സഹാബികൾപ്പെട്ടവരും അത് ഈ പറയുന്ന കാര്യം അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെയാണ്. അതിന്റെ മധുരം മനസ്സിലേക്ക് തട്ടിയാൽ അവർക്ക് അതിന്റെ പേരിൽ ഭൗതികമായി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും അവർക്കുള്ള സമൂഹത്തിലുള്ള പേരും പ്രശസ്തി നഷ്ടപ്പെട്ടാലും ആ വ്യക്തികൾ, ആ മനുഷ്യൻ ആ ആദർശം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നത് മുൻഗാമിയുടെ ചരിത്രങ്ങൾ ധാരാളമുണ്ട്. സൂറത്തുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ആ സൂറത്തില് ആ ആളുകളെ വലിയ കടങ്ങുകൾ ഉണ്ടാക്കി മുശ്രിക്കീങ്ങളായ രാജാവും ഭരണാധികാരിയും ആളുകളും ആ കടങ്ങിൽ കൊണ്ടുപോയി തൗഹീദിന്റെ ആളുകളെ കൊണ്ടുപോയിരുന്ന സംഭവങ്ങളിൽ ഒരു മാതാവ് അതിന്റെ ചെറിയ ചോര പൈതൽ മുല കുടിക്കുന്ന കുഞ്ഞുമായി വരുന്ന സംഭവം തഫ്സീറുകളിലൊക്കെ പണ്ഡിതന്മാർ എഴുതി വെച്ച ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കുഞ്ഞും ആ മാതാവും അവിടെ വരുന്ന സമയത്ത് ഒന്നിരിക്കൽ ഈ കടങ്ങുകളിൽ കത്തിച്ചു വെക്കപ്പെട്ട തീയിലേക്ക് ചാടി നിങ്ങൾ ജീവൻ ത്യജിക്കേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങളുടെ ആദർശത്തിന് നിങ്ങൾ പിന്മാറണം എന്നായിരുന്നു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ മുവഹ്ഹിദീങ്ങളായിരുന്നവരുണ്ടായിരുന്നു. ആ മാതാവ് ഈ കുഞ്ഞിന്റെ കാര്യമോർത്ത്, മാതാവിന്റെ കാര്യമോർത്തിട്ടല്ല, കുഞ്ഞിന്റെ കാര്യമോർത്തിട്ട് മാറിയാലോ എന്നുള്ള ഒരു സംശയത്തിന്റെ ഇതിൽ നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞവരോട് സംസാരിക്കുകയാണ്, ഉമ്മ നിങ്ങൾ ആ തീയിലേക്ക് ചാടിക്കോൾ, നിങ്ങൾ സത്യത്തിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അതിലേക്ക് ചാടുകയാണ്. ഇതായിരുന്നു മുൻഗാമികളായ ആളുകൾ ദീന്, അവർക്ക് കിട്ടിയ ദീന് അത് നിലനിർത്താൻ വേണ്ടി ഈ ലോകത്ത് ചെയ്ത ത്യാഗങ്ങൾ അതായിരുന്നു. സഹാബത്തിന്റെ ചരിത്രങ്ങൾ അതാണ്. സ്ത്രീകൾ അതിലുണ്ട്, പുരുഷന്മാരതിലുണ്ട്. അവർ ചെയ്യും. ഇന്ന് നാമധാരികളായ പല ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ശത്രുക്കളിൽ നിന്ന് കിട്ടുമ്പോഴേക്കിനും സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ അതല്ലെങ്കിൽ സംഭാവന കിട്ടുമ്പോൾ പേരും പ്രശസ്തിയും കിട്ടുമ്പോൾ അവരൊഴിവാക്കി പോകുന്ന അവരുടെ മനസ്സിലേക്ക് ഈമാന് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഈമാന്, ഈ ആദർശം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കാൻ അതിനുപകാരപ്രദമായ ഒരു 5-6 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിൻ്റെയൊക്കെ വോയിസുകളിൽ കൂടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ 6 കാര്യങ്ങൾ പറയും. യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ ഒന്നാമത് പറയുന്നത് അൽ ഉമൂറു സിത്തത്തു ലിതഹ്ഖീഖി ലദ്ദത്തിൽ ഇബാദ, ആരാധനയുടെ ആസ്വാദനം ഒരാൾക്ക് ലഭിക്കാൻ ഉപകാരപ്രദമായ 5-6 കാര്യങ്ങൾ. ഒന്നാമത് അതിൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നത് മഅരിഫത്തു ശൈഇൻ നാഫിഇ, നമുക്ക് ഉപകാരപ്രദമായ കാര്യം എന്താണ്, ദീനിലും ദുനിയാവിലും എനിക്ക് ഉപകാരമുള്ളത് എന്താണ് എന്ന് ഞാൻ കൃത്യമായി അറിയാൻ തയ്യാറാവുക. ആ പറയുന്നതിന്റെ വിശദീകരണം അദ്ദേഹം പറയും, മഅരിഫത്തുൽ ഉമൂരില്ലത്തി തുനാസിബുൽ അബ്ദ, ഒരു മനുഷ്യന്, ഒരടിമക്ക് അവന് യോജിച്ച കാര്യങ്ങൾ എന്താണോ എന്നറിയാം. വതജ്ലിബു ലഹു അൽ-ലദ്ദത വസ്സുറൂറ വസ്സആദത വൽഐശ ത്വയ്യിബ്, നല്ലൊരു ജീവിതം, ഒരു വിജയം, സന്തോഷം, ആസ്വാദനം അതവന് ലഭിക്കുന്ന കാര്യം എന്താണ്. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന്
ഏറ്റവും മുഖ്യമായത് പ്രധാനപ്പെട്ടത് അഹമ്മുഹ മഅരിഫത്തുല്ലാഹി തആല വ മഹബ്ബത്തുഹു, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു അറിവ് കൃത്യമായിട്ട് ഉണ്ടാക്കുക, അത് ഉണ്ടായി കിട്ടുക എന്നുള്ളതാണ്. ശരിക്കും അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ അറിയാം, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീന, നമുക്കറിയുന്ന ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ തൗഹീദുല്ലാഹി, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് കൊണ്ട് റുബൂബിയത്ത് ഉലൂഹിയത്ത് ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു അറിവ് ഒരാൾ നേടിയെടുക്കുക എന്നുള്ളത്. അതേ ഒരു വ്യക്തിക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുള്ളൂ. അതിന് വിരുദ്ധമായ ശിർക്ക് കുഫർ എന്ന് പറയുന്ന കാര്യം അവന് അപകടത്തിൽപ്പെടുത്തും ഈ ലോകത്തും പരലോകത്തും. ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. നിസ്കാരത്തിന്റെ ശേഷം വീണ്ടും ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ തുടരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിനാ മുഹമ്മദ്. ഇശാ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന വിഷയം അത് തുടരാണ്. ഒരു അരമണിക്കൂറിൻ്റെ കുറച്ച് ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാന്നുള്ളത്. പിന്നെ അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇബാദത്തിന്റെ ലദ്ദത്ത് ഒരാൾക്ക് അത് കൃത്യമായിട്ട് ലഭിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന 5-6 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്, ഒരു വ്യക്തി അവന് ഉപകാരപ്രദമായ കാര്യം എന്താണോ എന്ന് അറിയുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായി നിൽക്കുന്നത് ഒരടിമ അവന്റെ റബ്ബിനെ കുറിച്ച് അറിയുക, അള്ളാഹുള്ള മഹബ്ബത്ത് നിലനിർത്തുക എന്നുള്ള ആ കാര്യമാണ്. രണ്ടാമത്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, മഅരിഫത്തു ത്വരീഖ് അൽ മൂസില, ഈ പറയുന്ന അവൻ ഉപകാരപ്രദമായ കാര്യം അറിയാനുള്ള അതിലേക്കുള്ള വഴി എന്താണ് എന്നറിയാം. കാര്യം ഇന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്താണ് എന്ന് മനസ്സിലായി, അതാണ് ഏറ്റവും മർമ്മപ്രധാനമായത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കാര്യം ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തൗഹീദുല്ലാഹി, നമ്മൾ മഅരിഫത്തുൽ അബ്ദി റബ്ബഹു എന്ന് പറഞ്ഞാൽ അതിൽ വിശദീകരിക്കുന്ന. അപ്പോൾ അതിനുള്ള വഴി മാർഗം എന്താണ് എന്നുള്ളത് ഒരാൾ അറിയുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അറിവും കാര്യം സ്നേഹവും ബന്ധം ഒരാൾക്ക് നേടിയെടുക്കാൻ അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളത്, ആ വഴി ഇന്നതാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയാന്നുള്ളതാണ്. മഅരിഫത്ത് അറിഞ്ഞു, അതിലേക്കുള്ള വഴി ഇന്നതാണെന്ന് അറിഞ്ഞു, ആ വഴിയിൽ സഞ്ചരിക്കാൻ തയ്യാറാവണം. സഞ്ചരിക്കേണ്ടത് ഇൽമും അമലും നേടിക്കൊണ്ടാണ്. അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യേണ്ടത് എങ്ങനെ? അവനൊരാൾ അവന്റെ ഇച്ഛക്കനുസരിച്ചോ അവന്റെ നാട്ടിൽ നടക്കുന്ന മാമൂലും ചടങ്ങിനനുസരിച്ചോ അല്ല, കൃത്യമായി ശർഈയായ ഇൽമ് അത് നേടുക എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങളിലും ഇൽമ് ശരിയായ നിലക്ക് നേടി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിച്ച നിലക്ക് ഇഖ്ലാസോട് കൂടെ കാര്യങ്ങൾ ആ അറിഞ്ഞ ഇൽമ അനുസരിച്ച് അമൽ ചെയ്യാം. ഈ 3 കാര്യങ്ങൾ. അതേപോലെ തന്നെ നാലാമത് പറഞ്ഞത് മഅരിഫത്തു ശൈഇ അല്ലാർ, അതേപോലെ ഉപദ്രവപരമായ എനിക്ക് ഉപദ്രവം വരുത്തി വെക്കുന്ന കാര്യങ്ങൾ എന്താണോ എന്നറിയാം. ഒന്നും അറിയാതെ ഒരു ഹവയിലോ ഒരു ലക്ഷ്യബോധമില്ലാതെ കാര്യബോധമില്ലാതെ എവിടെ വന്നു എവിടെ ഇറങ്ങി എന്ത് ചെയ്യുന്നു എന്തിന് ജീവിക്കുന്നു, ഇതൊന്നും ലക്ഷ്യബോധമില്ലാതെ ഏതെങ്കിലും നിലക്ക് നാൽക്കാലികളെ പോലെ അതല്ലെങ്കിൽ അതിലേറെ അതപ്പതിച്ച ആളുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നുണ്ട്. ഈ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു ഉലൈക കൽ അൻആമി എന്ന് പറയും, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അളൽ എന്ന് പറയും. ഈ പറയുന്ന കേൾവി കൊടുത്തു, കാഴ്ച കൊടുത്തു, ബുദ്ധി കൊടുത്തു, വിവേചനം അറിയാനുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന, ഭൗതികതയിൽ ജീവിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ അതിന്റെ വഴികൾ അറിയാതെ അതിന്റെ ആ വഴിയിൽ സഞ്ചരിക്കാതെ ജീവിക്കുന്ന ആളുകൾ ബൽഹും അളൽ, ഈ നാൽക്കാലികളിലേറെ അതപ്പതിച്ചവരാണ്. ഐറ്റങ്ങൾക്ക് ആ ജീവികൾക്ക് അള്ളാഹുവിനൊന്നും കൊടുത്തിട്ടില്ല പാവങ്ങൾ. അവർ അതിന്റെ ഉടമ എങ്ങോട്ട് കയറിട്ട് വലിക്കുന്നോ അവിടേക്ക് അനുസരണത്തോടു കൂടെ അത് പോകാൻ തയ്യാറാകുന്നുണ്ട്. എത്ര വലിയ ജീവികളാണെങ്കിൽ മനുഷ്യരായ നമ്മളിലേറെ എത്രയോ 10 മടങ്ങ് വലിപ്പം ശക്തിയും കഴിവുള്ള ആ ജീവികളെ ഈ മനുഷ്യന് ഒരു വലിയ ഒട്ടകത്തിനെ ഒരു ആനനെ അതല്ലെങ്കിൽ മറ്റൊരു ജീവിനെ കയറിട്ട് വലിക്കുമ്പോൾ അതിന് അന്നം ഭക്ഷണം സാധനം കൊടുക്കുന്ന ആളുകൾക്ക് അനുസരിച്ച് കൃത്യതയോടെ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ പാവങ്ങൾ എന്തിനു കുറ്റം പറയും? ബൽഹും അളൽ, ഈ മനുഷ്യ വർഗങ്ങൾ ഇങ്ങനെ തതപ്പതിച്ചവര്, അവർക്ക് ഉപകാരമുള്ളത് അവർക്ക് അറിയൂല, അതിന്റെ വഴി അറിയില്ല, അറിഞ്ഞാൽ തന്നെ അവയിൽ സഞ്ചരിക്കാൻ തയ്യാറല്ല. ധിക്കാരികളും അഹങ്കാരികളും നന്ദികെട്ടവരും പോയി ഇവർ അതിലേറെ വഴി പഴച്ചവരാണ്, വഴികെട്ടവരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അവന് അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെ എന്നറിയാം. അതിൽ ഈ പറയുന്ന അപകടകരമായ കാര്യങ്ങൾ, അള്ളാഹുവിന് എതിരായ കാര്യങ്ങൾ, തൗഹീദിന് നേരെ വിരുദ്ധമായ ശിർക്ക് അതിൽപ്പെടും, സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്ത് അതിൽപ്പെടും, ത്വഅത്തിന് വിരുദ്ധമായ മാസിയത്ത് അതിൽപ്പെടും. ഇതൊക്കെ ഒരു മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും അപകടത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തിന്റെ തുടക്കം മുതലുള്ള ചരിത്രങ്ങൾ മുസ്ലിമീങ്ങൾ ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മാത്രം, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മാത്രമല്ല, മറ്റുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പോലും ലോകത്ത് ധിക്കാരികളായി നടന്ന ആളുകളുടെ പര്യവസാനങ്ങളും അന്ത്യങ്ങളും അവർ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തുള്ള മഹാപ്രളയങ്ങളാണെങ്കിൽ മറ്റുള്ള സമുദായങ്ങൾക്ക് അവർക്ക് അള്ളാഹുവിൽ അവർക്ക് ഉപകാരപ്രദമായ തൗഹീദ് ഒഴിവാക്കിക്കൊണ്ട് കുഫറിലേക്കും ശിർക്കും വൃത്തികേടിലേക്കും പോയി എന്നുള്ളതാണ്.
അങ്ങനെ ഓരോ സമുദായത്തിന്റെയും കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഉപദ്രവകരമായ കാര്യങ്ങൾ എന്താണോ എന്നറിയണം. അതിൽ ഏറ്റവും വലിയ പാപങ്ങളാണ്, പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഷിർക്കും കുഫ്റും ഈ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ അപകടകരമായ കാര്യങ്ങളിലേക്ക് വന്ന് വഴികളി ഏതാണ്, ആ വഴികളി എന്ന് പറയുന്നത് ശരിയായ സിറാത്തുൽ മുസ്തഖീം വ്യതിചലനമാണ്, തെറ്റിന്റെയും പാപങ്ങളുടെയും വഴികൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ആ തെറ്റായ വഴികളെ ഉപേക്ഷിക്കാൻ ഒഴിവാക്കാനും തയ്യാറാവണം. അതിന്റെ വഴികൾ മനസ്സിലായി, ഇന്നതാണ് മനസ്സിലായി, എന്നാലും ചില ആളുകൾ മയക്കുമരുന്ന് എന്നുള്ള കാര്യം തെറ്റാണെന്ന് അവർക്കറിയും അല്ലെ, പുകവലി എന്ന് പറയുന്നത് തെറ്റാണ് എന്നവർക്കറിയും, അതിമേൽ അവരെഴുതി പരസ്യം ചെയ്തിട്ടുണ്ടാകും, എന്നാലും പോയിട്ട് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ആളുകൾ ഉപയോഗിക്കും. മയക്കുമരുന്നിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്, തെറ്റായ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്, കുടുംബഛിദ്രതകളും കാര്യങ്ങളും ഉണ്ടാകുന്ന വ്യഭിചാരത്തിന്റെ സ്ഥിതികൾ അങ്ങനെയാണ്, മറ്റുള്ള വൃത്തികേടുകളുടെ ഓരോ കാര്യത്തിന്റെ പര്യവസാനങ്ങൾ ഇന്നതാണ് തെറ്റ് അറിഞ്ഞാൽ പോലും ആളുകൾ അത് ഒഴിവാക്കാൻ കഴിയാതെ പോകുന്ന ആ അവസ്ഥകൾ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ തയ്യാറാക്കി 5-6 കാര്യങ്ങൾ ഒരാൾ കൃത്യമായി മനസ്സിലാക്കും. ഒന്നാമത് ഉപകാരമുള്ള കാര്യം ഇന്നതാണ് എന്ന് അറിയും, അതിലേക്കുള്ള വഴി ഇന്നതാണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ വഴിയിൽ സഞ്ചരിക്കുകയും അത് കഴിവിന്റെ പരമാവധി നിർവഹിക്കാൻ തയ്യാറാകുക. അതേപോലെ അപകടകരമായ തെറ്റായ കാര്യങ്ങൾ ഇന്നതാണ് എന്നറിയുക, അതിലേക്കുള്ള വഴി ഇന്ന വഴിയിൽ കൂടെ അത് അപകടമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവന്റെ ശരീരത്തിന് ലക്ഷ്യമോ താല്പര്യമോ ഇച്ഛകളോ വെച്ചിട്ട് അത് ചെയ്യാതിരിക്കും ചെയ്യുക എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അങ്ങനെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവന് ഇബാദത്തുൽ ആസ്വാദനങ്ങൾ ലഭിക്കും, അതിൽ മുന്നേറാൻ കഴിയും, അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും അവന് വിജയിക്കാനും കഴിയും. മറ്റൊരു സ്ഥലത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇബാദത്തിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ശരിയായ തൗഹീദ് ഇഖ്ലാസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത്, മറ്റുള്ള ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഇല്ലാതെ മുന്നേറുക. അതേപോലെ നിർബന്ധമായതും സുന്നത്തായ ഇബാദത്തുകൾ കൃത്യമായി കഴിവിന്റെ പരമാവധി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നേടുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടുന്ന ഹക്കുകളും കാര്യങ്ങളും ഇഹ്സാനുകളുണ്ട്, സൃഷ്ടികളായ ആളുകളോട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. മാതാപിതാക്കൾക്ക് ബിർ ചെയ്യുന്നത് പെടും, കുട്ടികളെ നല്ല നിലക്ക് തെർബിയത്ത് ചെയ്യുന്നതിൽ പെടും, ഭാര്യ ഭർത്താക്കന്മാർ നല്ല ഹക്കുകളും ബന്ധങ്ങളും അവർ പരസ്പരം അത് കീപ്പ് ചെയ്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ പെടും. ഭാര്യമാര് ഭർത്താക്കന്മാരെ നല്ല കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിക്കുക എന്ന് പറയുന്ന ആ നിയമം അതിൽ പെടും. ഭരണാധികാരികൾ അനുസരിക്കുന്നത് പെടും. അതേപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യം എന്താ രക്ഷിതാക്കൾ എന്ന് പറയുന്ന നിലക്ക് മാതാപിതാക്കളെയും മക്കള് അനുസരിക്കുക എന്നുള്ളത് അതിൽ പെടും. ഈ പറയുന്ന ഹക്കുകൾ കൃത്യമായി നൽകേണ്ടത് നൽകിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. അതിൽ ഒരാൾക്ക് സംതൃപ്തിയും സമാധാനവും ആസ്വാദനവും ലഭിക്കും അല്ലേ. പ്രായം ചെന്ന ഒരാളാണ്, രോഗിയായ ഒരാളാണ്, നിസ്സഹായനായ ഒരാൾ, അദ്ദേഹത്തിന് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഉന്മേഷവും എന്തെന്നില്ലാത്തൊരു സംതൃപ്തി നമുക്ക് അനുഭവപ്പെടുന്നത് കാണലുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഓരോ മനുഷ്യൻ, കുഫാറുകളായ ആളുകൾ അതിൽ സംതൃപ്തി കണ്ടതുകൊണ്ടാണ് ഇന്ന് അവര് മാനസികമായ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട് അവര് സുഖത്തിന് വേണ്ടിയിട്ടും ആസ്വാദനത്തിന് വേണ്ടി സ്വീകരിച്ച മാർഗങ്ങൾ മുഴുവനും അവർക്ക് ലഭിക്കാത്തത്, ഈ പറയുന്ന ലക്ഷ്യങ്ങൾ ലഭിക്കാത്തത് കാരണം അവർ ഇന്ന് ഈ പറയുന്ന ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് സമ്പത്തും പോലെ ചെലവായിക്കൊണ്ട് നടക്കുന്നത് അതിന്റെ പേരില്ല, മനസ്സിന് സമാധാനം കിട്ടാൻ, ഒരു ആസ്വാദനം കിട്ടാൻ, ഒരു സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പറയുന്ന ബിർ അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി നമ്മോട് ബിർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളോട് ബിർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മക്കളോട് റഹ്മത്തും ഷഫഖത്തും കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളായ ആളുകൾ അൽ മുഅ്മിനിക്കൽ ബുനിയാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മറ്റൊരു സഹോദരനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ലോകത്തും പരലോകത്തും സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ലദ്ദത്ത് നമുക്ക് ലഭിക്കാൻ. അതേപോലെ പാപകരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. മുൻഗാമികൾ പെട്ട അവർ ചില കാര്യങ്ങളിൽ ഒരാൾ തെറ്റായ കാര്യങ്ങൾ അത് ചെയ്താൽ അള്ളാഹു അവന്റെ മനസ്സിന്റെ സംതൃപ്തിയും സമാധാനവും നഷ്ടപ്പെടും. തെറ്റായ ഒരു കാര്യം ഒരാൾ ചിന്തിച്ചാൽ പോലും അവന്റെ സമാധാനവും സ്വസ്ഥതയും അവന് നഷ്ടപ്പെടും, ആസ്വാദനവും മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പൊ തെറ്റായ പാപകരമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. ഇതൊക്കെ ഇബാദത്തുകളിൽ ആരാധനയിൽ ലദ്ദത്ത് ലഭിക്കാൻ അനിവാര്യമായ കാര്യങ്ങളായി ഉലമാക്കൾ പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിമും അതുപോലത്തെ മറ്റുള്ള ചില ഉലമാക്കളും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ നിർവഹിക്കുന്ന ഓരോ ഇബാദത്തുകൾ തൗഹീദ് എടുത്ത് നോക്കിയാൽ, നിസ്കാരം എടുത്ത് നോക്കിയാൽ, തൗഹീദിന്റെ കാര്യത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച, സമൂഹത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തൗഹീദിൽ വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന്റെ വസ്ത്രക്ഷേപം നടത്തി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പിതാവ് അദ്ദേഹത്തിനെ എറിഞ്ഞുകൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, സമൂഹം മുഴുവനും ഏക സ്വരത്തോടുകൂടെ അദ്ദേഹത്തിന് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തള്ളുന്ന ശിക്ഷ അദ്ദേഹത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു. പക്ഷെ ആദർശത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ
തൗഹീദിന്റെ കാര്യത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ കേട്ടു. വജുഅലത്തു ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ്. ഇത് ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മാത്രമല്ല, തെറ്റായ കാര്യത്തിൽ പിന്മാറുന്ന വിഷയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരുന്നു. ഇത് ഇവരുടെ പ്രവാചകന്മാരുടെ മാത്രമല്ല, ഈ പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിച്ച മനുഷ്യര് ഈ പറയുന്ന ഇബാദത്തുകൾ അവരുടെ മുന്നിൽ വരുന്ന സമയത്ത് അവർക്ക് ലഭിച്ച എല്ലാം ത്യജിക്കാവുന്ന നിലക്കുള്ള മനക്കട്ടിയോടുകൂടെ ധൈര്യത്തോടുകൂടെ അവർ മുന്നേറിയ ചരിത്രങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉഹദ് യുദ്ധത്തിൽ നടന്ന ഒരു സംഭവം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉഹദ് യുദ്ധത്തിൽ നടന്ന സംഭവം ഹുമൈദ് ത്വവീൽ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. അദ്ദേഹം പറയാണ്, ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ഗാബ അമ്മി അനസ് ഇബ്നു നളരി അൻ ഖിതാലി ബദർ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യനായിരുന്ന പിതാവിന്റെ സഹോദരനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ബദർ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് പ്രത്യേകിച്ച് സഹാബത്തിനോട് യുദ്ധത്തിന് വേണ്ടി വിളംബരം ചെയ്തുകൊണ്ടല്ല. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിനെ അവരെ ഉപരോധിക്കുകയും അവര് മക്കയിൽ മുഹാജിരീങ്ങളായ ആളുകളുടെ സമ്പത്തുകൾ തടഞ്ഞു വെച്ചതിന് പകരം അവരിൽ നിന്ന് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ താല്പര്യമുള്ളവർ പോന്നോളി എന്നുള്ള ഒരു അറിയിപ്പാണ് ബദർ യുദ്ധത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പല സഹാബികളും ബദർ യുദ്ധത്തിൽ പോകാൻ കഴിഞ്ഞത്. യുദ്ധം അവിടെ നടക്കുന്നില്ല, യുദ്ധത്തിന് പോകല്ല, വേണ്ടി താല്പര്യമുള്ള ആളുകൾ പോയാൽ മതിയെന്ന്. അനസ് ഇബ്നു നളർ ഈ സഹാബി വന്ന് ആ ബദർ യുദ്ധത്തിൽ പോയില്ല. അങ്ങനെ അദ്ദേഹം ബദർ യുദ്ധം കഴിഞ്ഞ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ബദർ യുദ്ധത്തിൽ നിങ്ങൾ മുശ്രിക്കീങ്ങളോട് ചെയ്ത ഏറ്റവും ആദ്യത്തെ യുദ്ധം, അതിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ലഇനില്ലാഹു അഷ്ഹദനി ഖിതാലൽ മുശ്രിക്കീൻ, ഇനി എങ്ങാനും മുശ്രിക്കീങ്ങളുമായ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടത്തുകയാണെങ്കിൽ ലയറയന്നല്ലാഹു മാ അസ്നഊൻ, ഞാൻ ചെയ്യുന്നത് എന്താണ് എന്ന് അള്ളാഹു കാണുക തന്നെ ചെയ്യും. ഈ വാക്കാ കൂടെ അദ്ദേഹത്തിന് ഈമാൻ, അതിന്റെ ആസ്വാദനം അത് മനസ്സിൽ തട്ടിയ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്തെന്നില്ലാത്ത സങ്കടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദ്ദേഹം അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എങ്ങാനും യുദ്ധം മുശ്രിക്കീങ്ങളോട് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നു. ആ പറഞ്ഞ സമയത്ത് യുദ്ധം അവിടെ സ്പോട്ടിൽ നടക്കുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, അങ്ങനെ പിന്നെ യുദ്ധം വരികയാണ്. അങ്ങനെ ഉഹദ് യുദ്ധം അവിടെ ഒരുകൂടി വരുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അമ്മ ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഫലമ്മാ കാന യൗമു ഉഹദിൻ, ഉഹദ് യുദ്ധം വന്നു. വൻകശഫൽ മുസ്ലിമൂൻ, ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങളിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് എതിര് ചെയ്തത് കൊണ്ട് കുറച്ച് ആളുകൾ ചെയ്തത് കാരണം മുസ്ലിമീങ്ങൾക്ക് ഒരു പരാജയവും ഒരു വിപത്തും ഒരു പ്രയാസം അവിടെ അനുഭവപ്പെട്ടു. അങ്ങനെ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട പോരാളികൾപ്പെട്ട പല ആളുകളും പിന്തിരിഞ്ഞ് ഓടുന്ന രംഗം വന്നു. അങ്ങനെ വന്ന സമയത്ത് ഖാല, ഈ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് രംഗത്തിൽ പറയണം, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗല, ഈ പറയുന്ന ആളുകൾ സഹാബത്ത് അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ ഇന്നിലേക്ക് അല്ലാഹുവേ ഉദർ പറയാണ്, ഞാൻ അതിൽ പെട്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. വഅബ്റു ഇലൈക മിമ്മാ സനഅ ഹൗല, മറ്റു മുശ്രിക്കീങ്ങൾ ചെയ്ത ആ കാര്യം ഞാൻ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല, ഞാൻ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞിട്ട് സുമ്മ തഖദ്ദമ, അദ്ദേഹം യുദ്ധമുഖത്തേക്ക്, കൂടെ ആളുകൾ മുന്നിലും ആളുകളില്ല, സഹായികളായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അവർ പിന്തിരിഞ്ഞു പോയി. മുശ്രിക്കീങ്ങൾ ശക്തരായിട്ട് പോർക്കളത്തിൽ കടന്നിട്ട് അവര് അവിടെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന രംഗാണ്. അങ്ങനെ ഫസ്തഖ്ബലഹു സഅദ് ഇബ്നു മുആദിൻ, അനസ് ഇബ്നു നളർ പോർക്കളത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആയുധവുമായി പോകുന്ന സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ്, അൽ ജന്ന വ റബ്ബിൻ നളർ, സ്വർഗം എന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹദിൻ, ഉഹദ് പർവ്വതത്തിന്റെ ആ ഭാഗത്ത്, പോർക്കളത്തിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ സ്മെല്ല് വാസന എനിക്കറിയാം. ഈമാന്റെ മാധുര്യ മനസ്സിൽ തട്ടിയ മനുഷ്യൻ, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത വാക്കിന്റെ ഗൗരവം മനസ്സിൽ നിന്ന്, ആ പറയുന്ന വാക്ക്, നമ്മളൊക്കെ ഒരു ആവേശത്തിൽ വാക്ക് ചിലപ്പോൾ പറഞ്ഞാൽ പിന്നീട് നമ്മളെ മനസ്സ് തണുക്കും, നമ്മൾ ചിലപ്പോൾ അതിന് പിന്മാറും. അദ്ദേഹത്തിന് ആ പറഞ്ഞ വാക്ക് ഇതുവരെ ആ മാധുര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക, എനിക്കത് ലഭിച്ചേ മതിയാകൂ, എനിക്കത് കിട്ടിയേ നേടിയേ മതിയാകൂ എന്ന് പറയും. ഉഹദിന്റെ ഭാഗത്തിൽ സ്വർഗത്തിന്റെ ആ പരിമളം എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാം, നളർ എന്റെ പിതാവിന്റെ റബ്ബ് തന്നെയാണ് സത്യം. മിൻ ദൂനി ഉഹദിൻ ഖാല സഅദുൻ ഫമസ്തതഅതു യാ റസൂലല്ലാഹ് മാ സന, അനസ് ഇബ്നു നളർ ആ രംഗം ആ സമയത്ത് ചെയ്തതുപോലെ പണിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞ. സഅദ് ഇബ്നു മുആദ് ചില്ലറ നിസ്സാരക്കാരനായ സഹാബി എന്നല്ല, പ്രമുഖനായി അറിയപ്പെട്ട സഹാബിയാണ്. അനസ് ഇബ്നു നളറിന് കിട്ടിയ ആ മാധുര്യം, ആ ഒരു ആസ്വാദനം, ആ ഒരു അനുഭവം എനിക്ക് അവിടെ ഉണ്ടായില്ല എന്നാ പറഞ്ഞു. യാ റസൂലല്ലാഹ് ഫവജദ്നാ ബിഹി ബിദ്അൻ വ 80 ളർബതൻ ബിസൈഫ്,
അങ്ങനെ മരിച്ചു ഷഹീദായി. അനസ് ബിൻ റളിയല്ലാഹു അൻഹു വാള് കൊണ്ടുള്ള വെട്ടുകാരൻ 80 ചില്ലാനം വെട്ടുകൾ അതിലുണ്ട്, കുത്തുകൾ അതിലുണ്ട്, അമ്പേർ തട്ടിയതുണ്ട്. വവജദ്നാഹു ഖദ് ഖുതില റളിയല്ലാഹു അൻഹു, ആ പോർക്കളത്തിൽ വെച്ച് അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിന് ഇതിനെ പ്രേരിപ്പിച്ചത്? ഈ പറയുന്ന ഒരു പണി ചെയ്യാൻ നമ്മളെ പോലത്തെ രക്തവും ശരീരം തൊലിയും മജ്ജയും മാംസവും ഉള്ള ശരീരം തന്നെയല്ലേ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്? ഈ ഈമാനികമായ ആ മാധുര്യമാണ്. അത് മനസ്സിൽ തട്ടിയതാണ്. ഓരോ രംഗങ്ങളിലും, തൗഹീദിന്റെ വിഷയത്തിലാണെങ്കിലും, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, നോമ്പിന്റെ വിഷയത്തിൽ, ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ, ദാവത്തിന്റെ വിഷയം, ഓരോ രംഗത്തും ഒരു മനുഷ്യനെ ഈ നിലക്കുള്ള പ്രാപ്തനാക്കും എന്നുള്ളതാണ് ആ മാധുര്യം. ശരിക്കത് മനസ്സിൽ തട്ടി. 80 ചില്ലാനം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനുണ്ട്. വഖദ് മസ്സല ബിഹിൽ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിന് അംഗഭംഗം ചെയ്തിരുന്നു. കയ്യും കാലും ശരീരം അവയവങ്ങളും അവിടെ ഇവിടെയൊക്കെ മുറിച്ചിട്ട് അവരുടെ ദേഷ്യം തീർത്തിരുന്നു. ഫമാ അറഫഹു അഹദുൻ ഇല്ലാ ഉഖ്തുഹു, അദ്ദേഹത്തിന്റെ സഹോദരി കൈവരന്റെ എന്തോ ഒരു അടയാളോ മറ്റോ എന്തോ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഇത് എന്റെ സഹോദരൻ അനസ് ബിൻ നളറാണി എന്ന് മനസ്സിലായി. അതിന് മാത്രം അദ്ദേഹത്തിന്റെ ശരീരത്തിന് അവർ വികൃതമാക്കിയിരുന്നു. അതിന് മാത്രം. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേൾക്കും. എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് കഴിയുമെന്ന് ചോദിച്ചാൽ അവരതിനെ പ്രേരിപ്പിച്ചത് ഈ ലദത്തുൽ ഇബാദയാണ്, ഈ ഇബാദത്തിന്റെ മാധുര്യമാണ്. വഖദ് മസ്സല ബിഹിൽ മുശ്രികൂൻ ഫമാ അഹദ് അറഫഹു അഹദുൻ ഇല്ലാ ഉഖ്തുഹു ബിബനാനി, വിരൽ കണ്ടിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഈ അനസ് ബിൻ നളർ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈമാനികമായ ഈ മാധുര്യം ആസ്വദിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഏതോ ഒരു വിഷയത്തിൽ എന്തോ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു വാക്ക് തർക്കത്തിന്റെ വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ സഹോദരി മറ്റ് കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ പല്ല് പൊട്ടിക്കുന്ന രംഗമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് കേസ് വന്നപ്പോൾ കിസാസ്, നിങ്ങളുടെ അനസ് ബിൻ നളറിനോട് പറഞ്ഞു നിങ്ങളുടെ സഹോദരിയുടെ പല്ല് പൊട്ടിക്കണം, പകരത്തിന് പകരം സിന്ന് ദീനിന്റെ നിയമം അതാണ്. അപ്പോ സ്വന്തം സഹോദരിയുടെ പല്ല് പൊട്ടിക്കുന്ന രംഗം ചിന്തിക്കാൻ കഴിയാതെ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു അന്നൊരു സത്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളയച്ച അല്ലാഹുവാണ് സത്യം, ലാ തക്സിറു സനിയത, അവളെ പല്ലുകൾ പൊട്ടിക്കൂല. അതായത് സ്വന്തം സഹോദരിക്ക് വരുന്ന വിപത്തിൽ താങ്ങാൻ കഴിയാതെ പറഞ്ഞത്, അല്ലാഹുവിന്റെ നിയമത്തിന് വിരുദ്ധോ റസൂലിനോട് എതിർപ്പൊന്നുമില്ല, വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞു, അപ്പോ ആ മറ്റേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് നഷ്ടം വന്നാൽ മതി, അവളെ പൊട്ടിക്കണ്ട, പകരത്തിന് പകരം തന്നാൽ മതി എന്നിട്ട് അവർ മാപ്പ് കൊടുത്തു. അങ്ങനെ പൊട്ടിച്ചു. ഇദ്ദേഹത്തിന്റെ സത്യം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷാത്കരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പായി കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞൊരു സംഭവമുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അള്ളാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവര് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു തആല അവരെ കാര്യങ്ങൾ സത്യം നടപ്പാക്കി കൊടുക്കും. അങ്ങനത്തെ അത് എന്തുകൊണ്ട് നടപ്പാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇവർ അള്ളാഹുമായിട്ടുള്ള അത്ര അടുത്ത ബന്ധത്തിൽ മുന്നേറിയ ആളുകൾ എന്നുള്ളതാണ്. അവരുടെ തൗഹീദിൽ, അവരുടെ ഇഖ്ലാസിൽ, അവരുടെ സിദ്ഖിൽ, അവരുടെ ഇബാദത്തിൽ, അവരുടെ ത്വാഅത്തുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആര് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ അവൻ നടപ്പാക്കി തരാൻ തയ്യാറാകും. നമ്മുടെ പറയുന്ന ഇബാദത്തിൽ ആസ്വാദനമുണ്ടാകും. ഏത് പ്രകോപനങ്ങളും ഏത് പ്രലോഭനങ്ങളും നമ്മുടെ മുന്നിൽ വരികയാണെങ്കിലും അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നമുക്ക് ആദർശത്തിൽ മുന്നേറാനും പിടിച്ചു നിൽക്കാനും കഴിയും ചെയ്യും. അതല്ലാതെ ഏതെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോഴേക്കിന്, ഒരു അപ്പത്തിന്റെ കഷ്ണം കിട്ടുമ്പോഴേക്കിന്, 10 റുപ്യ ആരെങ്കിലും തരും എന്ന് പറയുമ്പോഴേക്കിന്, ആരെങ്കിലും നിങ്ങളൊക്കെ കുത്തിയൊലിച്ചു പോകുമെന്ന് പറയുമ്പോഴേക്കിന് കയ്യൊയ്യേണ്ട സാധനമല്ല ഈ ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിയമത്ത് അതിന് മാത്രം വില മതിക്കാത്തതാണ്. ഇതിന്റെ പേരിലാണ് ഇവരൊക്കെ പറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂട്ടം തെറ്റിയിട്ടുണ്ടെങ്കിൽ, അവരുടെ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ, അവരുടെ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, അള്ളാഹുവിനോട് സഹായത്തിനെ തേടുക. കിട്ടിയ നിയമത്ത് വില മതിക്കാത്തതാണ് എന്ന് ഓരോ സമയവും നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക. ഈ ലോകം പ്രളയമാണ്, ഇവിടൊക്കെ വിപത്താണ്, ഇനി മുന്നോട്ടില്ല എന്ന് എവനെങ്കിലും വന്ന് ചെവിയിൽ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് ശരിയല്ല എന്ന് അവനോടും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാ, നമ്മുടെ മനസ്സിനോടും പറഞ്ഞു കൊടുക്കേണ്ടി. പേടിപ്പെടുത്താൻ പല ആളുകളുണ്ടാവും, റിപ്പോർട്ടുകൾ പല ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ കരുതിയത് പോലല്ല, നമ്മൾ കരുതിയത് പോലല്ല, വലൈക്കും അസ്സലാം എന്നുണ്ടാകും. പക്ഷെ ഒരിക്കലുമല്ല. അള്ളാഹുവിന് ചില തീരുമാനങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിന് ചില നിയന്ത്രണങ്ങളുണ്ടാകും. നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുക, അവനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകും ചെയ്യുക. ഇൽമിന്റെ കാര്യത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇൽമ് തേടുന്ന വിഷയത്തിൽ അതിന് ആസ്വാദനമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് ഇൽമ് തേടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആസ്വാദനങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഇൽമ് തേടുന്ന കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഇത്ര വലിയൊരു ആസ്വാദനം? അദ്ദേഹം പറഞ്ഞു, ഞാൻ കേൾക്കാത്ത എന്തെങ്കിലും ഒരു വാക്ക് ഇൽമിന്റെ കാര്യത്തിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കാതിന് കിട്ടിയ അതുപോലത്തെ ആസ്വാദനം എന്റെ കയ്യിനും എന്റെ കണ്ണിനും എന്റെ കാലിനും ഒക്കെ ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കലുണ്ട്. ഒരു ഇൽമിന്റെ ഒരു വാക്ക്
എന്തെങ്കിലും വിഷയം ഞാൻ മുമ്പ് അറിയാണെങ്കിൽ അത് എൻ്റെ കാതിൽ കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു മാസ്മരികതയും, എന്തെന്നില്ലാത്തൊരു ആവേശം, ആനന്ദം, എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും രസവും മാധുര്യവും അതിലുണ്ട്. എൻ്റെ കയ്യിനും എൻ്റെ കണ്ണിനും എൻ്റെ കാലിനും എൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും ഇതുപോലെ അത് കേട്ടും അതിൻ്റെ ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ തോന്നലുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞതാണ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഇൽമിന്റെ കാര്യത്തിലുള്ള ഹിർസ്, ആർത്തി, താല്പര്യം എത്രയാണ്? അദ്ദേഹം പറഞ്ഞത്, ലുബ്ധനായ, പിശുക്കനായ, ആർത്തിയോടെ സമ്പത്തിന്റെ പിന്നിലോടുന്ന ഒരു വ്യക്തിക്ക് അതിനോട് എത്ര ആർത്തിയുണ്ടോ അതുപോലത്തെ മാനസികാവസ്ഥ എനിക്ക് 2 അക്ഷരം പഠിക്കുന്ന കാര്യത്തിൽ. എന്തെങ്കിലും കാര്യം അറിയുന്ന വിഷയത്തിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. സമ്പത്തിനോട് ചില ആളുകൾക്കുള്ള ആർത്തി നമുക്ക് എല്ലാവർക്കും അറിയും, നിർബന്ധമായും സുന്നത്തൊന്നും കൊടുക്കാത്ത. അതേപോലെ നിങ്ങൾ ഈ ഇൽമിനെ തേടൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് ഈ ഇൽമ തേടല്? അപ്പൊ അദ്ദേഹം പറഞ്ഞ, ആകെ ഒരൊറ്റ കുട്ടിയുണ്ട്, ഒരു സ്ത്രീ, അവൾക്ക് ആകെ ഒരൊറ്റ കുഞ്ഞാണുള്ളത്. ആ കുഞ്ഞുക്ക് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് ആ മാതാവ് എങ്ങനെ അലയും? അതുപോലെയാണ് ഇൽമ തേടാൻ വേണ്ടി ഞാൻ അലയൽ. അങ്ങനെയാണ്. ഇന്ന് നമ്മൾ പറയും ഇമാം ഷാഫിഈ എന്ന്. ഗസയിലാണ്, ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മിസ്റിൽ ഒന്ന് കുറെ കാലം ജീവിച്ചു, ഇറാഖിൽ കുറെ കാലം ജീവിച്ചു. പിന്നീട് അദ്ദേഹം മിസ്റിൽ പോയി, അവിടെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പറയും ഇമാം ഷാഫി. അത് നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അവരുടെ അധ്വാനങ്ങളും ത്യാഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ അർഹത ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ കൊടുത്ത് ഈ പറഞ്ഞ അന്വേഷണം, തേട്ടം, ഈ പറയുന്ന അലയലും ഈ പറയുന്ന കഷ്ടപ്പാടുകളും അവർ നടത്തിയപ്പോൾ ഇന്ന് നമ്മൾ പറയും അൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒക്കെ ചരിത്രം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുന്നുണ്ട്. അധ്വാനം തന്നെയാണ്. അവരുടേതായ ഭാഗങ്ങൾ ക്ലിയർ ആക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന ഈ സ്ഥാനങ്ങളിലേക്ക് അവരെ പ്രാപ്തരാക്കിയത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം ഇബ്നു ഖയ്യിം പലപ്പോഴും പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യക്ക് അസുഖം പിടിപെട്ടു. അപ്പൊ അസുഖം പിടിപെട്ട സമയത്ത് ഡോക്ടർമാർ അദ്ദേഹം ചികിത്സ, ആളുകൾ പറയുന്നു, നിങ്ങൾ ഈ ഇൽമ് പഠിക്കല്, പഠിപ്പിക്കല്, അതിനെക്കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള ബോധം അത് നിങ്ങൾ നിർത്തിവെക്കണം, കുറച്ച് സ്വസ്ഥത കൊടുക്കണം എന്ന്. അപ്പൊ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അവരോട് തിരിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ പറയലില്ലേ, ഒരു രോഗി, ആ രോഗിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, മനസ്സിൽ സംതൃപ്തി വന്നു കഴിഞ്ഞാൽ, സംതൃപ്തിയുള്ള കാര്യം. ഇപ്പം ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ രോഗിക്ക് സംഗീതം കേൾപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കാണുള്ള ചില ചികിത്സകാരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ അവന് മനസ്സിന് സംതൃപ്തിയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ, ആശ്വാസം വരുമ്പോൾ ആ ആശ്വാസ പ്രതിരോധ ശക്തി കൂട്ടിക്കൊടുത്തിട്ട് ശരീരത്തിന് പിടിപെട്ട രോഗത്തിൽ നിന്ന് അവന് മുക്തി കൊടുക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ചികിത്സകർ വന്നു, അതെ ശരിയാണ്. അദ്ദേഹം ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആളുകളെ ഉത്ബുദ്ധരാക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിന് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യം അതാണ്. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ തുടർന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സ് ശക്തി പ്രാപിക്കുകയും പ്രതിരോധ ശക്തി കൂടുകയും അത് കാരണം എൻ്റെ ശാരീരികമായ അസുഖത്തിന് എനിക്ക് മുക്തി കിട്ടുന്നുള്ളതിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് നിർത്താൻ വേണ്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ എൻ്റെ മനസ്സ് ടെൻഷനാകുക ചെയ്യുക, എനിക്ക് അസ്വസ്ഥനാകുക ചെയ്യുക, എൻ്റെ രോഗം കൂടുക ചെയ്യുക. അപ്പൊ ഇതേപോലെ ഓരോ വിഷയങ്ങൾക്ക് ഈ ലദ്ദത്ത് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ വിഷയത്തിൽ അവർക്ക് ആ താല്പര്യങ്ങളും കാര്യങ്ങളും അവർ കാണിക്കും. അൽഹംദുലില്ലാ, ലദ്ദത്ത് നമുക്ക് ലഭിക്കും. ആ ലദ്ദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നമ്മൾ അവന്റെ ത്വാഅത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലദ്ദത്തൻ ഇലാ വജ്ഹിക്കൽ കരീം എന്ന് പറഞ്ഞു. പരലോകത്ത് അല്ലാഹുവിന്റെ മുഖം കണ്ടേ എനിക്ക് മതിയാകൂ, സ്വർഗ്ഗത്തിൽ ഞാൻ എത്തിയേ മതിയാകൂ, അതിനുള്ള പണി ഞാനിവിടെ നിർത്തേ മതിയാകൂ, അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും അല്ലാഹു എനിക്ക് നൽകിയേ മതിയാകൂ. ഈ ചിന്തയിലേക്ക് നമ്മൾ എത്താൻ തയ്യാറാവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഭാവികമായിട്ടും അവന്റെ ഫള് നമ്മുടെ മുന്നിൽ കൊട്ടി അടക്കൂല, തടയുകയുമില്ല. സ്വാഭാവികമായിട്ടും അവൻ നൽകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അഹ്ലു ത്വാഅത്തി ഫീ ത്വാഅത്തിഹിം, അല്ലാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന ആളുകൾ ആ ത്വാഅത്ത് ചെയ്യുമ്പോൾ അലദ്ദു മിൻ അഹ്ലിൽ ലഹ്വി ഫീ ലഹ്വിഹിം, കളിയും വിനോദത്തിലും കഴിയുന്ന ആളുകൾക്കുള്ള ആസ്വാദനം ഉണ്ടല്ലോ, അവരിലേറെ എത്രയോ 10 മടങ്ങ് ആസ്വാദനത്തിലാണ് ഈ ത്വാഅത്തുകൾ ചെയ്യുന്നത്. അല്ലാതെ ശരീരഭാരത്തോടെ മനസ്സിന്റെ ക്ഷീണത്തോടെയല്ല ഇവർ ചെയ്യുന്നത്, മനസ്സിന്റെ ക്ഷീണത്തോടെയല്ല ഇവർ നല്ല സംതൃപ്തിയോടെയാണ് ചെയ്യുന്നത്, സംതൃപ്തിയോട് കൂടെയാണ് അവർ ചെയ്യുന്നത്. ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, മൻ അറാദ ഇസ്സൻ ബിലാ അശീറ, കുടുംബം ആളും പാളൊന്നുമില്ല, പക്ഷേ അവൻ നല്ല പ്രതാപിയാണ്. വഹൈബത്തൻ ബിലാ സുൽത്താൻ, അധികാരവും അധികാരത്തിന്റെ ആളുകളുമില്ല, പക്ഷെ അവന് നല്ല ഗാംഭീര്യമുണ്ട്, ആളുകളുടെ ഇടയിൽ ബഹുമാനം ഗാംഭീര്യവുമുണ്ട്. ഒരാൾക്ക് ആവശ്യമുണ്ടോ? എന്നാൽ ഫൽയഖ്റുജ് മിൻ ദുല്ലി മഅസിയത്തില്ല, അള്ളാഹുവിന് തെറ്റ് എതിര് ചെയ്യുന്ന ആ നിന്ദ്യതയിൽ നിന്ന് പുറത്തു കടക്കണം. ഇല ഇസ്സി ത്വാഅത്തില്ല, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന ആ പ്രതാപത്തിലേക്ക്, അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് വരും, അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് മുൻകടക്കി. അപ്പോ പ്രതാപം നിങ്ങൾക്ക് ലഭിക്കും. രാജാവാകണമെന്നുണ്ടാവില്ല, ഗാംഭീര്യം നിങ്ങൾക്കുണ്ടാകും, അധികാരം നിങ്ങൾക്കുണ്ടാവണമെന്നുണ്ടാവില്ല, ആളും പാളും കുടുംബം നിങ്ങളെ കൂടെ ഉണ്ടാവണമെന്നുണ്ടാകൂല. നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത പ്രതാപവും ഐശ്വര്യവും നിഅമത്തുകളും നിങ്ങൾക്ക് ലഭിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ ഇൻസാനു ഇൻ കാന മുഖീമൻ അലാ ത്വാഅത്തില്ല, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ബാത്തിനുൻ വലാഹിർ, ഉള്ളും പുറവും അവൻ്റെ അടുത്തൊരു വഞ്ചനയില്ല, അവരുടെ അടുത്തൊരു
മറ്റുള്ള തെറ്റായ കാര്യങ്ങളില്ല. അവന്റെ ഉള്ളു ശരിയാണ്, പുറമെ ഫീ ജന്നത്തി ദുനിയ, അവൻ ദുന്യാവിലുള്ള സ്വർഗത്തിലാണ്. അതിലുള്ളൊരു സന്തോഷം, അതിലുള്ളൊരു ആനന്ദം, സമാധാനം, സംതൃപ്തിയിലാണ് അവൻ കഴിച്ചു കൂട്ടുന്നത്. ഇങ്ങനത്തെ ധാരാളം വാക്കുകൾ, കലാമുകൾ അവർക്കുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്ന ഒരു ദുആ, ആ ദുആ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വ ഖുദ്റതിക അലൽ ഖൽഖ്, അല്ലാഹുവേ നീ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കാൻ എനിക്ക് കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് തവസ്സുലാക്കി ചോദിക്കുകയാണ്, അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറല്ലി, എനിക്ക് ജീവിക്കൽ എപ്പൊക്കെ ഖൈറാണ് നിനക്കതറിയുന്നു, ആ സമയത്തൊക്കെ ഹയാത്ത് നൽകണം. വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറല്ലി, മരണം എപ്പോഴാണ് എനിക്ക് നല്ലത്, എൻ്റെ ദീനിൽ ഫസാദോ ഫിത്നകളോ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ മരണമാണ് നല്ലത്, അതിന് എനിക്ക് നൽകണം. അല്ലാഹുമ്മ വഅസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ, ആളുകൾ കാണുന്ന സമയത്തും ആളുകൾ കാണാത്ത സമയത്തും ഞാൻ ഒറ്റയ്ക്ക് ഏകനാകുന്ന സമയത്തൊക്കെ നിന്നെ ഭയപ്പെടണം, ആ ഖശിയത്തിനെ എനിക്ക് നൽകണം. വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിർ റിളാ വൽ ഗളബ്, എനിക്ക് തൃപ്തി ഉണ്ടെങ്കിലും ദേഷ്യമുള്ള സമയത്തും ഹക്കേ പറയാവൂ, എൻ്റെ അടുത്ത് ബാത്തിലായ വാക്കുകളും കാര്യങ്ങളും വരരുതേ, ഞാൻ എന്നോട് അത് ചോദിക്കുന്നു, അതിന് തൗഫീഖ് നൽകണം. വഅസ്അലുകൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിന, എനിക്ക് ദാരിദ്ര്യമുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യമുണ്ട്, സുഭിക്ഷതയുണ്ട്, എവിടെയാണെങ്കിലും മിതമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഏത് സമയത്താണെന്നത് വെറും ലുബ്ധതയിലേക്ക് പോകാൻ പാടില്ല, ദൂരത്തിലേക്കും പോകാൻ പാടില്ല. സമ്പത്ത് ചെലവാക്കുന്ന കാര്യത്തിലും കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിലും കൊടുക്കുന്നതിലും വേറെയിലൊക്കെ അമിതമായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകണം. വഅസ്അലുക നഈമൻ ലാ യൻഫദ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹം അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കും. ദീനാണ് അതിലെ ഏറ്റവും വലിയ നിഅമത്താണ്, പരലോക സ്വർഗ്ഗം, അതൊക്കെ തന്നെ ഈ നിഅമത്തുകൾ. വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, ഒരിക്കലും മുറിയാത്ത എൻ്റെ കൺകുളിർമ, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നതിലും അള്ളാഹുവിന്റെ ദീനിൽ മുന്നേറുന്നതിലും മനസ്സിനുള്ള ഈ ആനന്ദം, ഈ പറയുന്ന സംതൃപ്തി, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക റിളാ ബഅദൽ ഖളാ, നിന്റെ തീരുമാനങ്ങൾ എന്താണോ അതിൽ തൃപ്തിപ്പെടാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷം തണുപ്പുള്ള ആനന്ദകരമായ സന്തോഷകരമായ ജീവിതം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നരകത്തിൽ പോയി ദുരിതപൂർണമായ അവസ്ഥയിൽ ഖബറിലോ മഹ്ശറിലോ ആവരുത്. വഅസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, അള്ളാഹുവേ നിന്റെ മുഖത്തിലേക്കുള്ള ആ നോട്ടത്തിന്റെ ആനന്ദം, ആ ഒരു ആസ്വാദനം, അത് ഞാൻ എന്നോട് ചോദിക്കും. അതൊരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ത്വാഅത്തിലായിട്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ത്വാഅത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് കണ്ണുകൾ കൊണ്ട്, മുഖത്തുള്ള രണ്ട് കണ്ണുകൊണ്ട് അള്ളാഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. മുമ്പൊക്കെ നിങ്ങൾ കേട്ടതുപോലെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതെ അവിടെ വെച്ച് മാത്രം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വഅസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ മുഖത്തിലേക്കുള്ള ആ നോട്ടത്തിന്റെ ആസ്വാദനം, അത്ര വലിയൊരു ആസ്വാദനം, അത്ര വലിയ നിഅമത്ത് ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുമില്ല. വശൗഖ ഇലാ ലിഖാഇക, നിന്നെ കാണാനുള്ള ആ ആശ, ആ താല്പര്യം, ഫീ ഗൈരി ളറാ മുളിറ, അപകടപ്പെടുത്തുന്ന വിപത്തുകളോ അതല്ലെങ്കിൽ വല ഫിത്നത്തിൻ മുളില്ല, വഴികേടിലാക്കുന്ന കുഴപ്പങ്ങളോ ഫിത്നകളോ ഇല്ലാതെ. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, ഈമാനിന്റെ ആ ഒരു അലങ്കാരം, ത്വാഅത്തുകളും സൽക്കർമ്മങ്ങളും ഇൽമും അമലും ഈ പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി അലങ്കരിക്കണം. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ, അള്ളാഹുവിന്റെ സന്മാർഗം സിദ്ധിച്ച ആളുകളെ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന, അതിൽ മുന്നിൽ നിൽക്കുന്ന, സഹായികളായി നിൽക്കുന്ന ആളുകളാക്കണം അള്ളാഹുവേ നീ ഞങ്ങളെ എന്നാണ് ഈ ദുആ. നമ്മളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വാഅത്തിലും അവന്റെ മഹബ്ബത്ത്, അവനോടുള്ള മഹബ്ബത്തിലും നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുമാറാവട്ടെ. ശരിയായ നിലക്ക് നാഫിആയ ഇൽമു കൊണ്ട്, അതേപോലെ ഉപകാരപ്രദമായ അള്ളാഹുവിനടുക്കൽ സ്വീകാര്യമായ സ്വാലിഹായ അമല് കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നേറാൻ അവൻ നമുക്ക് സഹായം നൽകുമാറാവട്ടെ. അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമാറാവട്ടെ. നമുക്ക് പഠിപ്പിച്ചു തന്ന ഇൽമ് അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായി ആക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وأدبا كاملا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولمن أحبنا وأعاننا وأصلح إلينا ولسائر المؤمنين والمؤمنات. هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه. طيب, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക.